ലെക്ചർ, അതായത് സംസ്കൃതവും ആധുനിക അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയും എങ്ങനെയാണ് കൈകോർത്ത് പോകുന്നത്, അല്ലെങ്കിൽ ആധുനിക കാലത്ത് എങ്ങനെയാണ് സംസ്കൃതം ഉപയോഗപ്പെടുത്തുന്നത് എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു ലെക്ചറാണ് ഇന്ന് നടത്തുന്നത്. അപ്പോൾ നമ്മുടെ തന്നെ അലുമിനി ആയിട്ടുള്ള ഡോക്ടർ കെ സൗമ്യയാണ് ഇന്നത്തെ പ്രഭാഷക. അപ്പോൾ ഈ ചടങ്ങ് ഔപചാരികമായി തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിലെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് ഷീബ ടീച്ചറെ ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ വേദാന്ത വിഭാഗം സംഘടിപ്പിച്ചിരിക്കുന്ന ഇൻവൈറ്റഡ് ലെക്ചറാണ്. നാരായണ മാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഒരു കാലഘട്ടത്തില് സംസ്കൃത ഭാഷയും വിജ്ഞാനവും എപ്രകാരം ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് യോജിച്ച തരത്തിൽ പഠന ഗവേഷണ മേഖലകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും, അതിലുള്ള ജോലി സാധ്യതകൾ ഏതൊക്കെയാണ് എന്നുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നതിന് വേണ്ടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഇൻവൈറ്റഡ് ലെക്ചറാണിത്. ഈ സംരംഭത്തിന് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായിട്ട് ഈ യോഗത്തിന് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന വേദാന്ത വിഭാഗ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട നാരായണ മാഷിന് ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഇനി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് നയിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയുമാണ് ഞങ്ങൾ ഈ ഒരു ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ തന്നെ അലൂമിനി ആയിട്ടുള്ള, നമ്മുടെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ഡോക്ടർ സൗമ്യ കെ ആണ് നമുക്ക് ഈ ക്ലാസ് ഇവിടെ നടത്തുന്നത്. സൗമ്യയെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിടെക് ബിരുദത്തിന് ശേഷം MA വേദാന്തം, അതിനുശേഷം MPhil വേദാന്തം, അത് കഴിഞ്ഞ് PhD. ഈ ബിരുദ സമ്പാദനത്തിന് ശേഷം സൗമ്യ നമ്മുടെ ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷനിലെ ഫാക്കൽറ്റി ആയിരുന്നു. അതിനുശേഷമാണ് സൗമ്യ ഈ ഹൈദരാബാദിലെ ഈ കോളേജിലേക്ക് ഫാക്കൽറ്റി മെമ്പറായിട്ട് ജോയിൻ ചെയ്തത്. സൗമ്യയോടൊപ്പം തന്നെ ആസ്ട്രിയയിലുള്ള ഒരു അക്കാഡമീഷ്യൻ അദ്ദേഹവും ചേർന്നിട്ടാണ് ഈ AI-യുടെ ഒരു കാലഘട്ടത്തില് സംസ്കൃതത്തെ പൊതു മാധ്യമത്തിന്റെ രൂപത്തില് അല്ലെങ്കിൽ പൊതു മേഖലയിലേക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാനുള്ളതായ സംരംഭം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഈ ടോക്ക് നടത്തുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സൗമ്യയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. And I also invite the academician and the scholar, Dr. Andrews, to this function. Most welcome, sir. ഇനി നമ്മുടെ ഈ ക്ലാസ് ഇവിടെ കേൾക്കുന്നതിന് വേണ്ടി ഓൺലൈനിലും ഓഫ്ലൈനിലുമായിട്ട് നിരവധി വിദ്യാർത്ഥികളും ഫാക്കൽറ്റീസ് മെമ്പേഴ്സും അതുപോലെ തന്നെ ഗവേഷകരും ജോയിൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ് ഇത് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. സൗമ്യയുടെ പ്രസന്റേഷൻ അത്തരത്തിലുള്ളതാണ്. നമ്മൾക്ക് പരിചിതമല്ലാത്ത മേഖലകളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു സജ്ജന സംവാദം ഉണ്ടായി വന്നത് ശരി തെറ്റുകളെ അല്ലെങ്കിൽ നന്മ തിന്മകളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയായിരുന്നു എങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് അറിഞ്ഞുകൂടാത്ത വിഷയങ്ങളിലേക്ക് കൂടി നമ്മളുടെ വിജ്ഞാനത്തിനെ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളതായിട്ടുള്ള എക്സ്റ്റൻഷൻ ലെക്ചേഴ്സും ഇൻവൈറ്റഡ് ലെക്ചേഴ്സും ഒക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിലൊരു പ്രഭാഷണം കേൾക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നതായിട്ടുള്ള എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും ഗവേഷക വിദ്യാർത്ഥികൾക്കും പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ആശംസിക്കുന്നു. ഈ പ്രോഗ്രാം നമ്മളിവിടെ ബ്ലെൻഡഡ് മോഡിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ടുള്ള ഓൺലൈൻ സംവിധാനങ്ങളെല്ലാം നടത്തിത്തരുന്ന നമ്മുടെ സർവകലാശാലയിലെ IT വിഭാഗത്തിലുള്ള രാഹുലിനും അതുപോലെ തന്നെ
ഉല്ലാസിനെയും ഞാൻ ഈ വേദിയിലേക്ക്, ഈ പ്രഭാഷണത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടി വിഭാഗാധ്യക്ഷൻ നാരായണൻ മാഷെ ക്ഷണിക്കുന്നു. അധ്യക്ഷ ഭാഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ അധികം സമയമൊന്നും എടുക്കുന്നില്ല. പ്രഭാഷണത്തിനായിട്ട് സൗമ്യയെ ക്ഷണിക്കുന്നു. രാഹുൽ പ്രസന്റേഷൻ എടുക്കുന്നു. മറ്റേ ഹോൾഡിംഗ് മൈക്ക് വേണോ? അത് വേണോ? സാധാരണ മൈക്ക് വേണോ? ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ തന്നെ എന്താ പറയാ, എൻ്റെ തന്നെ സ്ഥലമാണ്. കാരണം ഞാൻ അധികമായിട്ടില്ല ഇവിടുന്ന് പോയിട്ട്. അപ്പം കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു 7 മാസം മുമ്പേ ഞാൻ ഇവിടുന്ന് പോയത് PhD കഴിഞ്ഞിട്ട്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നതിൽ, ഈ ഒരു കാര്യം ഇങ്ങനെ ഐഡിയാസ് ഷെയർ ചെയ്യുന്നതിൽ. നാരായണൻ മാഷ്, രമ ടീച്ചർ, ഷീബ ടീച്ചർ, ഇപ്പം ഇവിടെയുള്ള ജയലക്ഷ്മി ടീച്ചർ, സുരേഷ് മാഷ്, എല്ലാവർക്കും എന്താ പറയാ സന്തോഷം. ഇത് പറയാൻ എനിക്ക് സാധിച്ചല്ലോ. പിന്നെ എന്നെ കുറിച്ച് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയായിരിക്കും. റിസർച്ചേഴ്സ് പുതിയ കുട്ടികൾ കുറച്ച് പേരുണ്ട്. അപ്പൊ അവരുടെ അറിവിലേക്ക് പറയുകയാണ്. ഞാൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതിനിവിടെ PhD ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ ഞാൻ ഹൈദരാബാദ് സെന്റ് മേരീസ് കോളേജിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. പക്ഷെ ഈ ടോപ്പിക് ഞാൻ എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സംസ്കൃതവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ഐഡിയ കൊണ്ടാണ് ഞാനിത് ഈ ഒരു ടോപ്പിക് എടുക്കാൻ കാരണം ഞാനും ആദ്യം PhD ഒക്കെ ചെയ്യുന്ന സമയത്ത് സയൻസ്ക്രിറ്റ് ഒരു ട്രഡീഷണൽ വേയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. പിന്നെ എനിക്കൊരു സാഹചര്യം കിട്ടിയ ഒരു ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പൂനെയിലൊരു ഇന്റർനാഷണൽ കമ്പനിയിൽ ഒരു ജോബ് ഓഫർ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സംസ്കൃതവും തമ്മിൽ നമുക്ക് കുറച്ച് കണക്ഷൻസ് ഉണ്ട്, കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ഐഡിയ വന്നത്. അതിന്റെ ശേഷമാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത്. കാരണം എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മുടെ സംസ്കൃതത്തിന്റെ ഒരു ഭാഷാ ശൈലിയും അതുപോലെ തന്നെ ആൽഗോരിതം, അതായത് കമ്പ്യൂട്ടർ സയൻസിലുള്ള ആൽഗോരിതം തമ്മിലൊരു സിമിലാരിറ്റീസ് ഉണ്ട് എന്നുള്ളത് ഒരുപാട് ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോക്കും എല്ലാം ഉണ്ട്. പക്ഷെ എങ്ങനെയാണത് സയൻസ്ക്രിറ്റുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഇങ്ങനെയാണ്, ഇത് കണക്ഷൻ ഉണ്ട്, ലിങ്ക് ഉണ്ട് എന്നെല്ലാം അറിയാമെങ്കിലും എങ്ങനെയാണ് അത് നമുക്ക് യോജിക്കുന്ന രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്നുള്ള ഒരു ആശയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സംസ്കൃത് ഇൻ ദ ഏജ് ഓഫ് AI എന്ന് പറഞ്ഞത്. കാരണം നോർമലി സംസ്കൃതത്തിന് AI എന്താണ് റോള് എന്നുള്ള ഒരു ചിന്ത എവിടെയും വരാലോ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ടോപ്പിക് എടുത്തത്. അപ്പോ ഇതില് മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് 3 കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ ടോക്കിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത്. ആദ്യം സംസ്കൃതും അതുപോലെ തന്നെ എങ്ങനെയാണ് സംസ്കൃതം എന്ന് പറയുന്ന ഭാഷ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതിൽ നമ്മളുടെ സംസ്കൃതം അറിയുന്ന വ്യക്തികൾക്ക് എങ്ങനെ അത് ഉപയോഗിക്കാം, അത് 2. എന്നിട്ട് അതുകൊണ്ട് എങ്ങനെ നമുക്ക് ഉപയോഗം, അതായത് അതിന്റെ പല ആപ്ലിക്കേഷൻസും ഉണ്ട്. ആ ആപ്ലിക്കേഷൻസ് എവിടെ നമുക്ക് ഗുണപരമായ രീതിയിൽ സംസ്കൃത വിദ്യാർത്ഥികൾക്ക്, സംസ്കൃതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയുന്നത്. കാരണം എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ചിലപ്പോൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതൊരു ടെക്നോളജിക്കൽ ഏരിയ ആണ്, അതുകൊണ്ട് അത് സംസ്കൃതവുമായി ബന്ധപ്പെടുത്താൻ കുറച്ച് പ്രയാസം ഉണ്ടാവുന്നു. പക്ഷെ അങ്ങനെ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഇപ്പോൾ മോഡേൺ ആയിട്ട് ഒരുപാട് LLMs ക്രിയേഷൻ നടക്കുന്നുണ്ട്. LLMs എന്ന് പറഞ്ഞാൽ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്നുള്ള ഒരു സംഭവം ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ LLMസിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പുതിയ ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയായിരിക്കും. കാരണം ChatGPT പോലെയുള്ള OpenAI പോലെയുള്ള സംഭവങ്ങളാണ്. പക്ഷേ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു LLM ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്
സംസ്കൃതം എന്ന് പറയുന്ന ഭാഷ അല്ലെങ്കിൽ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജസ് എല്ലാം അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതെല്ലാം അതുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ സംസ്കൃതത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്ട്രക്ചർ, ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ആൽഗരിതവുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അത് ഇപ്പം ആൽഗരിതം അറിയുന്ന ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാരണം അഹം ഗച്ഛാമി. സോ ഇതിൽ ഇങ്ങനെ ഒരു 2 പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അഹം എന്നുള്ളത് വേണ്ട, ഗച്ഛാമി എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ അണ്ടർസ്റ്റുഡ് ആണ്, അഹമാണ് എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ആൽഗരിതം ക്രിയേറ്റ് ചെയ്യുക. കാരണം ഒരു ഇഫ് എസ് ഈസ് ദർ, ഇഫ് നോ ഇസ് ദർ, ലൈക്ക് അങ്ങനെ ഒരു കമന്റ് സെഷൻ ഉണ്ട് നമ്മുടെ ആൽഗരിതം ക്രിയേറ്റ് ചെയ്യുന്നതിൽ. അവിടെയാണ് സംസ്കൃതക്കാരുടെ മേന്മ. കാരണം ഒരുപാട് സാഹചര്യങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഈ LLM ഭാഗത്ത്. കാരണം സംസ്കൃതം അറിയുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ഏരിയയിൽ കൈവയ്ക്കാൻ പറ്റുള്ളൂ. കാരണം വൺസ് അവരൊരു ലിസ്റ്റ് തരിക എന്ന് വിചാരിക്കുക, അപ്പം ക്രിയേറ്റ് ചെയ്തു ഒരു പുതിയൊരു ലാർജ് ലാംഗ്വേജ് മോഡൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. പക്ഷേ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറിയണ്ടേ. ഇപ്പം ചെറുതായിട്ട്, അതായത് 70% ശരിയാവണം എന്നാണ് അവർ പറയുന്നുള്ളൂ, 100% ശരിയാവണം ആ ലാംഗ്വേജ് എന്ന് പറയുന്നില്ല. അതായത് മോഡൽ ക്രിയേറ്റ് ചെയ്ത് റീബിൽഡ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജസ്റ്റ് വായിക്കുമ്പോൾ അധികം വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സംസ്കൃതം അറിയുന്നവർക്കാണ് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് അവർ കൂടുതലായിട്ടും ലിംഗ്വിസ്റ്റ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമലായിട്ട് നെറ്റിൽ സെർച്ച് ചെയ്താലേ കിട്ടും, സംസ്കൃത് ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ സെർച്ച് ചെയ്ത് നോക്കുക. സംസ്കൃത്, അതായത് വീട്ടിലിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന പല പല ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഇതിപ്പോ നമ്മൾ ഓൺലൈനിലാണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് ഓൺലൈനിൽ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി, മെയിൽ ചെയ്യുക അല്ലെങ്കിൽ കോപ്പി അറ്റാച്ച് ചെയ്യുക, അങ്ങനെ കൊടുത്താൽ മതി. ഞാൻ അന്ന് അവിടെ അങ്ങനെയാ ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊരു ഭയങ്കരമായ ഓപ്ഷനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കണ്ടോ ഇവിടെ ഞാനിപ്പോ ഇത് എന്തുകൊണ്ടാണ് AI പവർ ട്രാൻസ്ലേഷൻ ടൂൾസ് എന്ന് പറയാൻ കാരണം, ഈ ഒരു ഗ്രാഫ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ 2015 മുതലുള്ള സ്റ്റഡിയാണ് ട്രാൻസ്ലേഷൻ ടൂൾസുമായിട്ട്. നമ്മളിപ്പം വെറുതെ നമ്മളിപ്പോ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഗൂഗിൾ ട്രാൻസ്ലേഷന് കൊടുക്കുക, സംസ്കൃത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുക്കുക, വരുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാ. ചോദിക്കും, പക്ഷെ അത്ര ഒരു ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 45% പോലും ക്വാളിറ്റി വരുന്നില്ല സാധാരണ ഒരു ട്രാൻസ്ലേഷൻസിലും. മാക്സിമം 50 നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു AI പവർ ചെയ്തിട്ടുള്ള ട്രാൻസ്ലേഷൻസിന്റെ ലിസ്റ്റാണ് ഇത്. കാരണം 65% ഒരു പോസിറ്റീവായിട്ട് 2015 വന്നു, അത് 2017 68 2019 70, 2021 75. കാരണം 2021 75 എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ലാർജ് ലാംഗ്വേജ് മോഡൽസിന്റെ ഒരു ഹൈ ഒരു ടെക്നോളജി കയറി വന്നത് ഈ 2021. അതുകൊണ്ടാണ് 2021 വരെ ഞാൻ ഇട്ടത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന ചാറ്റ് GPT പ്രോ ഉണ്ട്, അതായത് ഫ്രീ വേർഷനും ഉണ്ട്, പ്രോ വേർഷനും ഉണ്ട്. പ്രോ വേർഷനിൽ പോലും 80% ക്ലാരിറ്റി വരുന്നില്ല. മാക്സിമം ഒരു 78 ആണ് ട്രാൻസ്ലേഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന ട്രാൻസ്ലേഷൻ. അപ്പൊ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഈ ട്രാൻസ്ലേഷൻ ടൂൾസ് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന ട്രാൻസ്ലേഷൻ ടൂൾസ് ഒരു 70-78% ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളുടെ കഴിവ് എവിടെ എങ്ങനെ ഉപയോഗിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻസ് വരും. എങ്ങനെ വരും? നമ്മൾ ഇപ്പം വെറുതെ ലിങ്ക് പല പല കമ്പനികളുണ്ട്, ആ കമ്പനികളുടെ ഡീറ്റെയിൽസ് ഞാൻ തരാം. ആ ഡീറ്റെയിൽസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്, ട്രാൻസ്ലേഷൻ എല്ലാവർക്കും അറിയാം. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇംഗ്ലീഷിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് സംസ്കൃതത്തില്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു അറിയാമോ എന്ന് എനിക്കറിയില്ല എല്ലാവർക്കും. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഓഡിയോ കേൾക്കുക, എന്നിട്ട് ആ ഓഡിയോ അവരൊരു ഓഡിയോ തരും. ഞാൻ അങ്ങനെ ഒരു വർക്ക് ചെയ്തുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് പറയുന്നത്. ഓഡിയോ ട്രാൻസ്ക്രിപ്ഷൻ, അത് നോട്ട് ചെയ്തോളൂ. ട്രാൻസ്ക്രിപ്ഷൻ, അതായത് സാൻസ്ക്രിറ്റ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ട്രാൻസ്ക്രിപ്ഷനിലേക്ക് വിളിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഓഡിയോ കേൾപ്പിക്കും. അത് മെഷീൻ ജനറേറ്റഡ് ഓഡിയോ ആയിരിക്കും. കാരണം വളരെ സ്പീഡായിരിക്കും. നമ്മളിപ്പോൾ വാട്സപ്പിലൊക്കെ ചിലപ്പോൾ സ്പീഡ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ വളരെ സ്പീഡായിട്ട് കേൾക്കുന്ന ഒരു വോയിസിന്റെ രീതി ഉണ്ടല്ലോ, ആ രീതിയിലായിരിക്കും അവർ ട്രാൻസ്ക്രിപ്ഷൻ കൊടുക്കുക. ഈ ട്രാൻസ്ക്രിപ്ഷൻ നമ്മൾ പതുക്കെ കേട്ട് എന്താവണം, അതിനെ റിട്ടൺ ഫോമിലോട്ട് ടൈപ്പ് ചെയ്യണം. വിതിൻ അവരൊരു മാക്സിമം ഒരു 1 മിനിറ്റ് ആണ് തരിക. 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ്. പുറത്തുള്ള ആൾക്കാർ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തിനനുസരിച്ച് അവർ നമുക്ക് പൈസ തരും, യൂറോയിൽ തരും. പക്ഷെ നമ്മുടെ ഇന്ത്യയിലുള്ള കമ്പനീസ് കൂടുതലും 1 മിനിറ്റ് ആണ് ഒരു സെന്റൻസ് ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാനായിട്ട് തരുന്ന സമയം. ആ 1 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേൾക്കണം, ഈ ഓഡിയോ കേട്ടതിന് ശേഷം അത് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യണം. അതായത് അതിനെ റിട്ടൺ ഫോമിൽ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്തിട്ട് അത് റേറ്റ് ചെയ്യണം. കാരണം വേറൊരാളും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇതുപോലെ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇതിൽ നിന്ന് ഞാൻ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത വേർഷൻ എന്താണ് മെച്ചം, റേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പെർസെന്റേജ് ഹൈക്ക് ഉണ്ട് അല്ലെങ്കിൽ എന്താണെന്നുള്ളത് റിവ്യൂ ചെയ്തും കൊടുക്കണം.
അങ്ങനെ ഒരു ജോബ് സാധാരണ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണത്തില് കാണാറുണ്ട്. അതായത് നോർമലി ഇലിത്തം എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇപ്പം ഈ ട്രാൻസ്ക്രിപ്ഷൻ ജോബ്സ് സംസ്കൃതില് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അതിന്റെ മെയിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, ആ മെയിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവും. എലിറ്റം അതിനകത്ത് ഇതാണ് ട്രാൻസ്ക്രിപ്ഷൻ ജോബാണ്. ഇപ്പൊ ട്രാൻസ്ലേഷൻ കുറേ ആപ്പുകൾ, അതായത് ഇന്ത്യയിലും അതുപോലെ തന്നെ യൂറോപ്യൻ കമ്പനീസും എല്ലാം ട്രാൻസ്ലേഷൻ ടൂൾസ് ചെയ്യുന്നുണ്ട്. അതില് അവർ ചോദിക്കും നമുക്ക് ഏത് ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം സംസ്കൃതത്തിൽ പ്രത്യേകിച്ച് ഒരു ടൂൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും ഒരു ടൂള് വേണം. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അവരെന്നോട് ചോദിച്ചു ഏത് ടൂളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, കാരണം ഒരു ടൂൾ നമ്മൾ മസ്റ്റ് ആണ്. അതുകൊണ്ട് സ്മാർട്ട് കാറ്റ് ട്രാൻസ്ലേഷൻ ടൂൾ, ആരെങ്കിലും അത് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെക്കേണ്ട ടൂളിന്റെ പേര് സ്മാർട്ട് കാറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് 100% അക്യുറേറ്റ്, അങ്ങനെ പറയാം. ബിക്കോസ് സംസ്കൃതിനൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആണ്. വൺസ് LLM ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ 100% വാല്യൂ കിട്ടുള്ളൂ. അപ്പോ പേര് പറയേണ്ടത്, ആരെങ്കിലും അതൊരു ഓപ്ഷൻ ചോദിച്ചപ്പോൾ നമുക്കൊരു ജോബ് വന്നിട്ട് ഏത് ടൂൾ ആണ് നിങ്ങൾ ട്രാൻസ്ലേഷന് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എക്സ്ക്യൂസ് മീ, കേൾക്കുന്നില്ല കേട്ടോ. എക്സ്ക്യൂസ് മീ, ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. ഓഡിയോ എന്തൊന്ന് ചെക്ക് ചെയ്യണേ.
ഓക്കെ, കുഴപ്പമില്ലല്ലോ, കേൾക്കാലോ. അപ്പൊ നമ്മൾ AI ടൂൾസിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ ലാംഗ്വേജ്, ഈ സംസ്കൃതത്തിന്റെ സ്ട്രക്ചറും അതിന്റെ ആൽഗരിതവും തമ്മിൽ എങ്ങനെയാണ് NLP കണക്ട് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് കാര്യം പറയാൻ പോലെ. കാരണം ട്രാൻസ്ലേഷൻ ടൂൾസ് 2 ഉണ്ട്, ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ ട്രാൻസ്ലേഷൻസ് NLPയിൽ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതാണല്ലോ വേണ്ടത്. കാരണം NLP എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്, അതിനകത്ത് ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ലാംഗ്വേജ് പ്രോസസ്സിൽ ഇവര് LLM ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എപ്പോക്സ്, അതായത് ഒരുപാട് വേർഡ്സ് നമുക്ക് ലൈബ്രറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേണം. ഈ ലൈബ്രറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് വാക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ, കാരണം കമ്പ്യൂട്ടർ ഒന്നും പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വരുന്നതല്ലല്ലോ, നമ്മളെല്ലാം കൊടുക്കുന്ന സാധനം നമ്മളുടെ ഹ്യൂമൻ ഇന്റലിജൻസ് വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നു, അത് കഴിഞ്ഞ് അതിനെ അക്സെപ്റ്റ് ചെയ്ത് അതിനെ എടുക്കുക എന്നുള്ളതാണ് കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത. അപ്പോൾ ഈ മെഷീൻ ലേണിംഗ് ആണെങ്കിലും ഏത് കാര്യമാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വളരെ ക്ലിയർ ആയിരിക്കണം. ഈ ക്ലിയർ ആയി ഇൻപുട്ട് കൊടുത്തില്ലെങ്കിൽ ഔട്ട്പുട്ട് അങ്ങനെ കിട്ടില്ല. അതിനു വേണ്ടിയാണ് ഈ NLP പ്രവർത്തിക്കുന്നത്. കാരണം അവര് കുറെ, അതായത് ലക്ഷം കോടി എപ്പോക്സ്, അതായത് ലൈബ്രറീസ്, ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾ, കുറെ വാക്കുകൾ ഉണ്ടല്ലോ, നമ്മൾ ആ വാക്കുകൾ എന്ത് ചെയ്യുന്നു, ഓൾറെഡി നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അത് അവിടെ ഒരു പ്രോഗ്രാമിംഗ് നടക്കും. ആ പ്രോഗ്രാമിംഗ് നടന്നിട്ട് നെക്സ്റ്റ് ഇവര് കുറച്ച് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് നടത്തും. ഓരോ ട്രെയിൻ മോഡലുകൾ ഉണ്ട്, ഓരോ ട്രെയിനിങ് മോഡലുകൾ ഇങ്ങനെ സംസ്കൃതത്തിലെ ഓരോ മോഡൽസ് ക്രിയേറ്റ് ചെയ്ത് എപ്പോഴാണ് ഒരു സെന്റൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അഹം ഒരിടത്ത് കിടക്കുന്നുണ്ടാവും, ഗച്ഛാമി വേറൊരിടത്ത് കിടക്കുന്നുണ്ടാവും, പാഠം വേറൊരിടത്ത് കിടക്കുന്നുണ്ടാവും, ജലം വേറൊരിടത്ത് കിടക്കുന്നുണ്ടാവും. സോ ഇതിനെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്നിട്ട് ഇതൊരു സെന്റൻസ് ആക്കണം. കാരണം സ്ട്രക്ചേർഡ് സെന്റൻസ് ആക്കുക എന്നുള്ളതാണ് ഈ പ്രോസസ്സിങ്ങിന്റെ കാര്യം. ആ സമയത്താണ് സംസ്കൃതത്തിനും ഈ ലാംഗ്വേജും തമ്മിലുള്ള കണക്ഷൻ. ആൽഗോരിതം സ്യൂട്ട് ആണ്. കാരണം ഗച്ഛാമി തന്നെ വന്നാൽ മതി, അഹം അവിടെ വരേണ്ട ആവശ്യമില്ല. അപ്പൊ അവർക്ക് കുറച്ച് ആൽഗോരിതം എന്ത് കൊടുത്താൽ മതി, പ്രോഗ്രാം കൊടുത്താൽ മതി. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് സംസ്കൃത് വളരെ റിലേറ്റഡ് ആണ്, ആൽഗോരിതം വളരെ കണക്റ്റഡ് ആണ്, വളരെ സ്ട്രക്ചർഡ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യമാണ് ഇതിന്റെ കണക്ഷന്റെ കാരണം. ഈ NLPയും ഈ ലാംഗ്വേജ് മോഡലും തമ്മിൽ ബ്ലെൻഡ് ചെയ്യാനുള്ള കാരണം ഇതാണ്. കാരണം ഇവിടെ അണ്ടർസ്റ്റുഡ് ആണ്, കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ്, ഗ്രാമർ, വളരെ വ്യക്തമായ ഒരു ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ സംസ്കൃതിനുണ്ട്. അത് തന്നെയാണ് സംസ്കൃത് പഠിച്ച നമ്മളുടെയും ഒരു മെച്ചം. കാരണം നമുക്ക് മാത്രമേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ സംസ്കൃതിന്റെ നീഡ് അവിടെ വന്നു, കണ്ടോ, സംസ്കൃതം അറിയുന്നവരുടെ നീഡ് വന്നു. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞു, കേസ് സ്റ്റഡീസ് എ പ്രസന്റേഷൻ ഓഫ് AI എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻസ്, ട്രഡീഷണൽ കണ്ടന്റിന്റെ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ടെക്നോളജിയുടെ ആപ്ലിക്കേഷനും തമ്മിലുള്ള ഒരു ബ്ലെൻഡിങ്, കൊടുക്കൽ വാങ്ങലാണ് ഇവിടെ നടക്കുന്നത്. ഞാനൊരു ഇതിന് ശേഷം ഒരു കാര്യം പറയുന്നുണ്ട്. കാരണം ഞാനൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതിനകത്ത് ഞാനും ആൻഡ്രൂസ് കൂടി ചേർന്നാണ്, ആസ്ട്രേലിയയിലുള്ള ആ പേഴ്സണും കൂടി ചേർന്നാണ് ഞങ്ങൾ അത് ക്രിയേറ്റ് ചെയ്തത്. അതിനകത്ത് വളരെ വ്യക്തമായ രീതിയിൽ എന്ത് വരുന്നുണ്ട്, ട്രാൻസ്ലേഷൻ കൃത്യമായിട്ട് വരുന്നുണ്ട്. കാരണം വേർഡ് ബൈ വേർഡ് മീനിങ് ട്രാൻസ്ലേഷൻ വരുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ടോക്കിൽ പറയുന്നതായിരിക്കും. സോ ഇതാണ് ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് സ്ട്രക്ചേർഡ് ലാംഗ്വേജ് പുറത്തു വരണം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതൊന്നും വേറൊന്നായി വരും. അതുകൊണ്ടാണ് നമ്മുടെ സംസ്കൃതത്തിന്റെ പ്രാധാന്യം പറഞ്ഞത്. നെക്സ്റ്റ് ഞാൻ ഈ ടെക്സ്റ്റ് ഡിജിറ്റലൈസേഷൻ അല്ലെങ്കിൽ OCR ടെക്നോളജീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അത് സ്കാനിങ് മാൻസ്ക്രിപ്റ്റ്സ്, OCR പ്രോസസിംഗ്, ടെക്സ്റ്റ് കൺവേർഷൻ ആൻഡ് ക്രിയേറ്റിംഗ് ദ ഡിജിറ്റൽ ആർക്കൈവ്സ്. ദാറ്റ് ഈസ് ടെക്സ്റ്റ് കൺവേർഷൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ converting the extracted text into the machine readable forms for the digital activating and analysis. അതിനാണ് നമ്മളുടെ വീണ്ടും, കാരണം നമ്മളിപ്പം അവര് ഒരു ടെക്സ്റ്റ് കൺവേർട്ട് ചെയ്തെന്ന് വിചാരിക്കും, ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ടെക്സ്റ്റ് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സംസ്കൃതം അറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അതിലെ വാക്കുകൾ ശരിയാണോ, അതിൽ തെറ്റുണ്ടോ, അല്ലെങ്കിൽ അത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് മീനിങ് ആണോ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം, ഈ ടെക്സ്റ്റ് കൺവേർഷൻ ചെയ്യണമെങ്കിൽ ഒരാൾ വേണം. അത് അറിയുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്കേ സാധിക്കൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലും അങ്ങനെ ഒരു ഓപ്ഷനും സംസ്കൃതക്കാർക്ക് വരുന്നുണ്ട്. കാരണം ടെക്സ്റ്റ് ഡിജിറ്റലൈസേഷൻ ആൻഡ് OCR ടെക്നോളജിയിൽ നമുക്ക് വരുന്ന ഓപ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. സ്കാനിങ് മാൻസ്ക്രിപ്റ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അതുപോലെ തന്നെ അങ്ങനെ ഒരു ജോബ്, അതായത് മാൻസ്ക്രിപ്റ്റ്സ് സ്കാൻ ചെയ്യുക, അത് മാത്രം. കാരണം യൂട്ടിലൈസിംഗ് ദ അഡ്വാൻസ്ഡ് സ്കാനിങ് ടെക്നോളജീസ് ടു കൺവേർട്ട് ദ ഫിസിക്കൽ സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ഇൻ ടു ഡിജിറ്റൽ ഇമേജ്. ബട്ട് വൺസ് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ ഉപയോഗം വരുന്നത് അവിടെ
സംസ്കൃതവുമായിട്ട് അറിയുന്നവരെയാണ് കൂടുതലായിട്ടും സ്കാനിങ് മാൻസ്ക്രിപ്റ്റിൽ അവർ എടുക്കാറുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കണക്ഷൻ നമുക്ക് ചിലപ്പം ചില മാൻസ്ക്രിപ്റ്റിൽ ആദ്യത്തെ ഭാഗം ഉണ്ടാവില്ല, അല്ലെങ്കിൽ രണ്ടാമത്തെ സെന്റൻസ് കട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് മൊത്തമായിട്ട് ചിലപ്പം വേറൊരു രീതിയിൽ എടുക്കണമായിരിക്കും. വായിച്ചു കഴിഞ്ഞിട്ട് ഇത് കറക്റ്റ്, അതായത് ഒരു മാൻസ്ക്രിപ്റ്റ് തുടങ്ങുകയാണെങ്കിൽ അതിന്റെ തുടക്കവും അവസാനവും ഏത് ഭാഗത്താണ് വരുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ ഭാഷ അറിയുന്നവർക്കേ പറ്റൂ. അപ്പോ സ്കാനിങ് മാൻസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ വെറുതെ നമുക്കൊരു മാൻസ്ക്രിപ്റ്റ് എടുത്ത് സ്കാൻ ചെയ്യാം, പക്ഷെ അതല്ലല്ലോ അതിന്റെ ഐഡിയ. അപ്പോ അതും എന്ത് ചെയ്യണം, അതും നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിക്കണം. അതുകൊണ്ട് സ്കാനിങ് മാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തും നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോ കറന്റ്ലി സ്കാനിങ് മാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ജോബ് ഇന്റർനാഷണൽ തലത്തിൽ ചെയ്യുന്നത് ഒരു കമ്പനിയാണ് ചെയ്യുന്നത്. അതാണ് ഇൻട്രോവേർട്ടർ എന്ന് പറയുന്ന കമ്പനിയാണ് അതിനകത്ത്. അപ്പം ലിങ്ക്ഡിനിലകത്ത് നിങ്ങൾ, എനിക്കറിയില്ല എത്ര പേർക്ക് ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടെന്ന്, അതിനകത്ത് ജസ്റ്റ് ഞാൻ ആ എല്ലാ ഡീറ്റെയിൽസും എന്റെ പ്രൊഫൈലിനകത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഏതൊക്കെയാണ് സ്കാനിങ് മാൻസ്ക്രിപ്റ്റ്, ഏതൊക്കെയാണ് OCR ചെയ്യുന്നതെന്ന്. അപ്പം അതിനകത്ത് കയറുകയാണെങ്കിൽ അറിയാൻ സാധിക്കും. കുറച്ച് പേർക്ക് എനിക്ക് തോന്നുന്നു ഞാൻ അന്നൊരു ഡാറ്റ അയച്ചിരുന്നു, അപ്പൊ അതുകൊണ്ട് പലരും എന്റെ ലിങ്ക്ഡിൻ അക്കൗണ്ട് വഴി മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്റെ പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഏത് കമ്പനിയാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്കാനിങ് മാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അതേ സെയിം കമ്പനി തന്നെയാണ് OCR-ഉം പ്രവർത്തിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ടെക്സ്റ്റ് കൺവേർഷൻ മെയിൻ ആയിട്ട് ഇപ്പോൾ ചെയ്യുന്നത് ഇന്ത്യയിലെ ഒരു കമ്പനി ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് ലെറ്റേഴ്സ് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ലെറ്റേഴ്സ് ടെക്സ്റ്റ് കൺവേർഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ OPTR എന്ന് പറയുന്ന ഒരു കമ്പനി ടെക്സ്റ്റ് കൺവേർഷൻ ഡിജിറ്റൽ ടെക്നോളജിയിൽ OPTR ടെക്സ്റ്റ് കൺവേർഷനും ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കമ്പനീസ് ഇത് രണ്ടുമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്, എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞത്. അതായത് മെഷീൻ ട്രാൻസ്ലേഷൻ, ടെക്സ്റ്റ് ഡിജിറ്റലൈസ് ചെയ്തിട്ട് അത് OCR ആവുന്നു, അത് കഴിഞ്ഞ് അത് മെഷീൻ ലേണിംഗിലോട്ട് വരുന്നു. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇത് മറ്റൊരു കാര്യം, നമ്മൾ ചിലപ്പോൾ ട്യൂറിംഗ് ടെസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ജോബ് വിളിക്കാറുണ്ട്, ട്യൂറിംഗ് ടെസ്റ്റ്. സോ ട്യൂറിംഗ് ടെസ്റ്റിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്: സിൻടാക്സ് ആൻഡ് ഗ്രാമാറ്റിക്കൽ അനാലിസിസ്. സോ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്കൊരു ഫോം തരും. ആ ഫോമിനകത്ത് നമ്മൾ വ്യക്തമായിട്ട് എല്ലാം മെൻഷൻ ചെയ്യണം. എന്തുകൊണ്ട് ഞാൻ ഈ സെന്റൻസ്, ഒരു ഫോർ എക്സാമ്പിൾ ഒരു സെന്റൻസ് അവർ തന്നു, ആ സെന്റൻസ് തെറ്റാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് പറയണം, അതിന് റേറ്റിംഗ് ഒരു ഇത് റോങ് ആണ്, ഈ സെന്റൻസ് ക്രിയേറ്റ് ചെയ്തത് റോങ് ആണെന്ന് പറയാം. ചിലപ്പോ വേറെ വല്ല നമ്പേഴ്സ് ഒക്കെ വരും, 1 2 3 ഒക്കെ വരും. ചിലപ്പോൾ ഒരു സെന്റൻസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ 1 2 3 4 ഒക്കെ വരും. അതാണെങ്കിലും എന്താണ്, അത് തെറ്റാണ്, കാരണം അതൊരു സെന്റൻസ് വരുന്നില്ലല്ലോ. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില സിമ്പിൾസ് ഇതിനകത്ത് ചിലപ്പം ഈ വന്നിരിക്കുന്ന, അതായത് ഔട്ട്പുട്ട് തന്നിരിക്കുന്ന മാറ്ററിനകത്ത് ചിലപ്പോൾ ചില ലൈക്ക് ഏതെങ്കിലും ഒരു സിമ്പലോ സ്ലാഷോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ചിലപ്പോൾ ഫുൾ സ്റ്റോപ്പ് ഉണ്ടാവില്ല. കാരണം ചില സംസ്കൃത ടെക്സ്റ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടാവും. നമ്മൾ ട്യൂറിംഗ് ടെസ്റ്റ് ചെയ്യുമ്പോൾ 1 ഉം 2 ഒന്നും, അതായത് ഫുൾ സ്റ്റോപ്പേ ഇല്ല, ഒരു സെന്റൻസ് അങ്ങ് അവസാനിക്കാതിരിക്കുക. അപ്പൊ അതിനകത്ത് ഫുൾ സ്റ്റോപ്പ് ഇല്ലെങ്കിൽ രക്ഷയില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിന് കൊടുക്കണം, മെൻഷൻ ചെയ്യണം, ഫുൾ സ്റ്റോപ്പ് ഇതിനകത്ത് മിസ്സിംഗ് ആണ്. അപ്പോൾ ഇത് മിസ്സിംഗ് ആണ് നമ്മൾ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈമിൽ അവർക്ക് ഇതേപോലത്തെ ആൽഗരിതം ക്രിയേറ്റ് ചെയ്തിട്ട് ഈ സംഭവം ആഡ് ചെയ്യാനാണ്. അതായത് ഇതിനകത്ത് ഇത്തരം പ്രശ്നങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ ആൽഗരിതം വഴി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കേണ്ട അത് ആൽഗരിതം അറിയുന്നവർ കൊടുത്തോളൂ. നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത് ഇത് ഇവാലുവേറ്റ് ചെയ്യുക ട്യൂറിംഗ് ടെസ്റ്റ്, നമ്മുടെ റിസൾട്ട് ട്യൂറിംഗ് ടെസ്റ്റ് വഴി ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇതിൽ തെറ്റുകൾ മാത്രം മെൻഷൻ ചെയ്യുക. ഒരു നമ്മളോട് അവർ പറയും, ഒരു ഫോം തന്നിട്ട് അതിനകത്ത് ഒരു 10, അതായത് മോസ്റ്റ്ലി 10-10-അധികമോ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറയും, മെൻഷൻ ചെയ്യാൻ പറയും. ഫസ്റ്റ് സിൻടാക്സ് എന്താണ്, ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ടോ, അതിനകത്ത് വല്ല സംസ്കൃതം അല്ലാത്ത വല്ല വാക്കുകളുണ്ടോ, ദേവനാഗരി സ്ക്രിപ്റ്റ് ആണോ, അത് മെയിൻ ആയിട്ട് നോക്കണം. കാരണം ഈ ദേവനാഗരി സ്ക്രിപ്റ്റിൽ ഹിന്ദിയും അതുപോലെ തന്നെ സാൻസ്ക്രിറ്റ് വരുന്നുണ്ടല്ലോ. അപ്പൊ ദേവനാഗരി സ്ക്രിപ്റ്റ് ആണോ എന്ന് കൂടി നോക്കണം. ചിലപ്പോൾ ദേവനാഗരി സ്ക്രിപ്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. അതും എന്ത് ചെയ്യേണ്ടതാണ്, നമ്മൾ ട്യൂറിംഗ് ടെസ്റ്റിന്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ട്യൂറിംഗ് ടെസ്റ്റ് ചെയ്യുന്നതിനും സംസ്കൃതർക്ക് ഓപ്ഷൻ ഉണ്ട്. ട്യൂറിംഗ് ടെസ്റ്റ്, മെഷീൻ ട്രാൻസ്ലേഷൻ ചെയ്ത് വരുന്ന സ്ട്രക്ചർ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നെക്സ്റ്റ് ട്യൂറിംഗ് ടെസ്റ്റിലോട്ട് കൊടുക്കുക. അപ്പൊ ഓൾറെഡി എന്ത് ചെയ്യും, അവരൊരു ആൽഗരിതം ക്രിയേറ്റ് ചെയ്തിട്ട് മെഷീനോട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് ഒരു ഔട്ട്പുട്ട് വരും. ഈ ഔട്ട്പുട്ട് നമ്മൾ സംസ്കൃതം അറിയുന്നവർ വാല്യൂ ചെയ്യുക. തിരിച്ചു കൊടുക്കേണ്ടത് എന്താണ്, അതിന്റെ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ തെറ്റാണ് അതിനകത്തുള്ളത്, എന്തൊക്കെ ശരിയാണ്. ഈ സെന്റൻസ് ശരിയാണ്, ഓക്കെ ഫൈൻ, ഇപ്പൊ ഈ സെന്റൻസ് ശരിയാണ്, ശരി സമ്മതിച്ചു. അത് കഴിഞ്ഞ് ആ സെന്റൻസിൽ വേറൊരു സെന്റൻസിൽ വാക്കുകളുടെ ഇടയിൽ വളരെ അധികം ഗ്യാപ്പ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട. കാരണം അതെന്താണ്, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. പക്ഷെ വാക്കുകളിലോ സെന്റൻസിലോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, കാരണം ലാർജ് ലാംഗ്വേജസ് മോഡൽ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി തന്നെയാണല്ലോ. അത് സംസ്കൃതത്തിന്റെ ഏരിയയിൽ ലാർജ് ലാംഗ്വേജ് മോഡലിന്റെ പ്രവർത്തനം വളരെ കുറവാണ്. അത് കാരണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്,
ഈ കാര്യത്തെ കുറച്ചുകൂടി, അതായത് LLM ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് സംസ്കൃതത്തെ കുറച്ചുകൂടി പോപ്പുലറൈസ് ചെയ്യാൻ. കാരണം ഇപ്പോൾ സംസ്കൃതവുമായി ബന്ധപ്പെട്ട് റിസർച്ച് ചെയ്യുന്ന ഏതെങ്കിലും ആൾക്കാർക്ക് ഈ സംസ്കൃതം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനായിട്ട് കിട്ടുന്ന ഡാറ്റാസ് കുറവാണ് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് ഇത് ക്വാളിറ്റി ഉള്ള ഒരു ഔട്ട്പുട്ട് ആക്കി മാറ്റുക, അതാണല്ലോ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം, ഈ നമ്മളിപ്പം ഏരിയാസ് ഞാൻ പറഞ്ഞു, ട്രാൻസ്ലേഷൻ ഉണ്ട്, ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഓഡിയോ കൺവേർട്ട് ചെയ്യാം. വോയിസ് ഓവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി ഉണ്ട് സംസ്കൃത്. അത് മെയിൻ ആയിട്ട് AI ഭാരത്, എനിക്ക് തോന്നുന്നു AI ഭാരതിനെ കുറിച്ച് ഏകദേശം എല്ലാവർക്കും അറിയാം. ആദ്യം അവർ ട്രാൻസ്ലേഷൻ ചെയ്തിരുന്നു AI ഭാരത്കാര്. അത് കഴിഞ്ഞിട്ട് ആ പ്രൊജക്റ്റിൽ ഞാൻ ഉണ്ടായിരുന്നു AI ഭാരതിന്റെ ട്രാൻസ്ലേഷനിൽ. അത് കഴിഞ്ഞ് അവർ നെക്സ്റ്റ് അത് ട്രാൻസ്ക്രിപ്ഷൻ ആക്കി. ഇപ്പോ അടുത്തത് AI അതായത് വോയിസ് ഓവർ എന്ന് പറയുന്ന, വോയിസ് ഓവറിൽ ഇപ്പോഴും അവര് ആൾക്കാരെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വോയിസ് ഓവർ നമുക്ക് സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. വോയിസ് ഓവറിനകത്ത് ഇപ്പോഴും AI ഭാരതിലുള്ളവര് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ആൾക്കാർ സെലക്ട് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസിനെ, കാൻഡിഡേറ്റ്സിനെ വേണം. എന്താ അവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ടെക്സ്റ്റ് വായിക്കുക, വളരെ വളരെ സ്പഷ്ടമായ രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, അത് വായിക്കാനായിട്ട്. വ്യക്തമായ രീതിയിൽ അത് വായിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ രണ്ട് ടെക്സ്റ്റും തമ്മിൽ അവർക്ക് അയച്ചു കൊടുക്കുക. അത് അയച്ചു കൊടുക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ഇതേപോലെ മെഷീന് കൊടുക്കും. നമ്മൾ കൊടുത്ത ഈ സംഭവം മെഷീനിന് അവർ കൊടുക്കും. മെഷീൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വോയിസ് എത്ര ക്ലിയർ ആണ്, അതായത് സംസ്കൃതത്തിന്റെ ഒരു പ്രത്യേകത വളരെ സ്പഷ്ടമായ രീതിയിൽ, സ്ഫുടമായ രീതിയിലാണല്ലോ ഉച്ചാരണം വളരെ പ്രധാനമല്ലേ. അപ്പോ ഇത് എത്ര ക്വാളിറ്റി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ട്രാൻസ്ക്രൈബ് ചെയ്ത ഫോർമാറ്റ് പിന്നെയും ചിലപ്പോൾ നമുക്ക് തരും. ലക്കരി ചിലപ്പോൾ നമുക്ക് തരും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അവർ വേറെ ആർക്കെങ്കിലും കൊടുക്കും. വേറെ ഇപ്പൊ കാൻഡിഡേറ്റ്സ് വേറെ ഉണ്ടല്ലോ, അപ്പൊ അവർ എന്ത് ചെയ്യും, ഈ ടെക്സ്റ്റും കൊടുക്കും, ഈ വോയിസും കൊടുക്കും. ഇത് രണ്ടും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ അവിടെ ഈ റേറ്റ് ചെയ്ത ആള്, ഓൾറെഡി വോയിസ് ഓവർ ചെയ്ത ആള് പറയുന്നത് തന്നെയാണ്. ഇപ്പൊ അഹം ഗച്ഛാമി എന്ന് പറഞ്ഞിട്ട് അഹ ഗച്ഛാമി എന്ന് പറഞ്ഞാൽ അഹ ആയിരിക്കും അവിടെ എന്ത് ചെയ്ത് വന്നിട്ടുണ്ടാവുക, മെഷീൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവുക. മെഷീന്റെ ട്രാൻസ്ക്രിപ്ഷൻ വോയിസ് വന്നിട്ടുണ്ടാവുക അഹ എന്നായിരിക്കും, റോങ് ആയി. അപ്പൊ ഇവിടെ വോയിസ് ഓവർ ചെയ്ത ആള് കറക്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് റിമാർക്ക് ചെയ്ത് വന്ന് വീട്ടിൽ തിരിച്ച് നമുക്ക് തന്നെ വരും. അപ്പൊ അതിൽ ഡ്രോബാക്ക് ആ. വോയിസ് ഓവർ ചെയ്യണമെങ്കിൽ എന്താണോ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ശ്ലോകമാവട്ടെ ഏതുമാവട്ടെ, ആ പറഞ്ഞ കാര്യത്തെ നമ്മൾ വോയിസ് ആയി പറഞ്ഞ് ഇത് രണ്ടും കമ്പൈൻ ചെയ്ത്, ഫയൽ കമ്പൈൻ ചെയ്തിട്ട് അയച്ചു കൊടുക്കുകയാണ്. അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് എന്തിന്റെ ആയിരിക്കും, കമ്പ്യൂട്ടർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള എന്റെ വോയിസ് മെഷീൻ കേട്ടിട്ട് മെഷീൻ ഒരു വോയിസ് പുറത്തു വരും. ഈ വോയിസും ഞാൻ പറഞ്ഞതും തമ്മിൽ കണക്ഷൻ ഉണ്ടോ നോക്കുന്നത് വേറെ ആളായിരിക്കും. സംടൈംസ് വേറെ ആളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ ആയിരിക്കും. അപ്പോൾ വോയിസ് ഓവറിൽ കുറച്ചുകൂടി പേയ്മെന്റ് വളരെ കൂടുതലാണ് വോയിസ് ഓവറിന്. അതായത് അത് ലാസ്റ്റ് സ്റ്റേജ് ആണ് വോയിസ് ഓവറിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. കാരണം ആദ്യം എന്ത് ചെയ്യും, ഒരു ട്രാൻസ്ലേഷൻ ചെയ്ത് അത് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് ഏകദേശം ഒരു ഓക്കെ ആയി. അപ്പൊ ലാർജ് ലാംഗ്വേജ് മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ആണ് എന്ത് വരുന്നത്, ഈ വോയിസ് ഓവർ ആകുമ്പോഴേക്കും ഏകദേശം അവരുടെ മോഡൽ ക്രിയേറ്റ് ആയി എന്നാണ് അർത്ഥം. അപ്പോൾ AI ഭാരതിന്റെ ഏകദേശം മോഡൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ബ്ലാക്ക് ലെറ്റേഴ്സ് അവരുടെ മോഡൽ ക്രിയേറ്റ് ആയിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് വെറുതെ എന്ത് ചെയ്യാം, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, ബ്ലാക്ക് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ട്രാൻസ്ലേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ ഇതെല്ലാം ഓപ്ഷൻ, അവരുടെ ജോബിന്റെ ഓപ്ഷൻ കിടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കുറെ പേർക്ക് ഔട്ട്ലെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ഔട്ട്ലെയർ, ഈ ഔട്ട്ലെയറിനെ കുറിച്ച് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മലയാളവും സംസ്കൃതും, ഇപ്പൊ അതിൽ കറന്റ്ലി സംസ്കൃത് ഇല്ല, പക്ഷെ മലയാളം ഉണ്ട്. പലരും അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് റെഫർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ആ മെയിൽ ID ചോദിച്ചിട്ട് എനിക്ക് റെഫർ ചെയ്ത് കൊടുത്തത്. റെഫർ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും അവര്, ഇത് അറിയുന്ന ഒരാളാണല്ലോ റെഫർ ചെയ്യുന്നത്, അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, പിന്നെ അധികം ഇന്റർവ്യൂ ഒന്നും ടോക്ക് ഇല്ലാതെ അവരത് ആളെ സെലക്ട് ചെയ്തിട്ട് പിന്നെ വർക്കിന്റെ ബേസിലാണ്. പക്ഷെ എന്തായാലും ഒരു മാസം നമുക്ക് നമ്മുടെ കഴിവ് തെളിയിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ സമയമുണ്ട്. അതുകൊണ്ടാണ് അത് എനിക്ക് മോസ്റ്റ് എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുത്തിരുന്നു. അവരതിനൊരു മണിക്കൂറിന് പറയുന്നത് $11 ആണ്. 11. പക്ഷെ അത് ആദ്യം അവരെന്താ 2.63 എന്നുള്ള റേഞ്ചിൽ അവർ തരും. ഇവർ $US അവർ പൈസ പറയുന്നത്. അതിന് മണിക്കൂറിനാണ് പൈസ. 25 എനിക്ക് തോന്നുന്നു ചെയ്തവർക്ക് അതിനെ കുറിച്ച് അറിയാൻ പറ്റും. 26 മിനിറ്റ് ഒരു ടാസ്കിന്. ആ സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കണം. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പ്രോംപ്റ്റിനെ കുറിച്ച് അറിയുമെന്ന് അറിയില്ല. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന കീവേഡ്സ്. ഇപ്പൊ ഗൂഗിളിലാണെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നു, എനിക്ക് ഇന്നത് വേണം, എനിക്ക് സംസ്കൃതിനെ കുറിച്ച് അറിയണം, അല്ലെങ്കിൽ സംസ്കൃത് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കണക്ഷൻസ് എന്താണ്, അങ്ങനെയാണല്ലോ നമ്മൾ ഗൂഗിളിൽ കൊടുക്കുക. ഇതേപോലെ കൊടുക്കുന്ന കാര്യം കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയി കൊടുക്കുന്നതിനാണ് പ്രോംപ്റ്റ്സ് എന്ന് പറയുന്നത്. കാരണം അതൊരു 4, 5, 6 സെന്റൻസ് വേണം, കൺസ്ട്രെയിൻസ് വേണം. കൺസ്ട്രെയിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സംസ്കൃത സർവകലാശാലയിലെ ബിരുദ കോഴ്സുകളെ കുറിച്ച് അറിയണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സെന്റൻസ് സ്റ്റോപ്പ് ചെയ്യാം.
അതൊരു പ്രോംപ്റ്റ് ആണ്. പക്ഷെ ആ പ്രോംപ്റ്റ് എങ്ങനെ വേണം, എനിക്ക് കുറച്ചുകൂടി അതിനെ ലഘൂകരിക്കണമല്ലോ, കാരണം ഒരു സ്പെസിഫിക് ഏരിയയിലോട്ട് കൊണ്ടുവരണം. അതിനാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയാം. ഈ കൺസ്ട്രെയിൻസ് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകമായിട്ട് സംസ്കൃത വിഭാഗത്തിൽ ഏതെങ്കിലും ബിരുദമാണ് എന്നറിയണം, അത് 4 വർഷ ബിരുദമാണോ എന്നറിയണം. പിന്നെ നെക്സ്റ്റ് എന്ത് കൊടുക്കണം, അതില് വേദാന്തം എന്ന് പറയുന്ന വിഷയം വരുന്നുണ്ടോ എന്നറിയണം. അങ്ങനെ അങ്ങനെ ലഘൂകരിച്ച് കൊണ്ടുവരുന്ന പ്രോംപ്റ്റുകളാണ് വളരെ ക്വാളിറ്റി ഉള്ള പ്രോംപ്റ്റ്. കാരണം പ്രോംപ്റ്റിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ തെറ്റായ പ്രോംപ്റ്റ് കൊടുത്ത് 3-ാമത്തെ തവണ അവർ നമ്മൾ റിജക്ട് ചെയ്യും. കാരണം കിട്ടുന്നില്ല. കമ്പ്യൂട്ടറിന് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് ഒരു ഇൻപുട്ട് കൊടുത്താലല്ലോ ഔട്ട്പുട്ട് തരുള്ളൂ. അത് അവർ ചെയ്യുന്നില്ല. കാരണം നമ്മൾ കൃത്യമല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടും നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് അതിൽ വർക്ക് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നു അവർക്ക് ഒരു $2 $3 രീതിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. കാരണം ട്രെയിനിങ് പീരീഡ് ആണ്. എനിക്കത് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. പലരും അപ്ലൈ ചെയ്തിട്ടുണ്ട്, ചിലർ റിവ്യൂവിൽ കിടക്കുന്നുണ്ട്. അപ്പോ ഇതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുമ്പോൾ പ്രോംപ്റ്റ് കൃത്യമായിട്ട് കൊടുക്കണം. പലരുടെയും പ്രോംപ്റ്റ് തെറ്റാണെന്നുള്ള മെസ്സേജ് എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് ആ പ്രോംപ്റ്റ് തെറ്റി കഴിഞ്ഞാൽ പിന്നെ അവർ 3-4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒഴിവാക്കും. നമ്മുടെ ക്വാളിറ്റി ഓഫ് റൈറ്റിംഗ് ആണ് അതിനകത്ത് നോക്കണേ. മലയാളം ആവട്ടെ സംസ്കൃതം ആവട്ടെ. നെക്സ്റ്റ് സ്റ്റേജ് സംസ്കൃതം ആണ്. അപ്പോൾ ഓൾറെഡി മലയാളത്തിലുള്ള ആൾക്കാർ അവർ സംസ്കൃതത്തിലോട്ട് പ്രൊമോട്ട് ചെയ്യും. പക്ഷെ സംസ്കൃതം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. സംസ്കൃതം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന് അത്ര അധികം പരിചിതമുള്ള ഭാഷയല്ല. ഇപ്പോഴും അവിടെ 70-ൽ കിടക്കുകയാണ്. ഇതുവരെ ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഹയറിലേക്ക് പോയിട്ടില്ല. 70-75 കിടക്കുന്നത്. കിട്ടുന്ന ഡാറ്റ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന എല്ലാ ഡാറ്റയും അങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലാർജ് ലാംഗ്വേജ് മോഡലിലാണ് പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, മലയാളത്തിലാണ് പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്വാളിറ്റി ഓഫ് പ്രോംപ്റ്റ് നോക്കണം. എന്നിട്ട് അത് റേറ്റ് ചെയ്യും വേണം. അവർ 2 റെസ്പോൺസ് തരും. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് എനിക്ക് സംസ്കൃത സർവകലാശാലയിൽ വിവിധ കോഴ്സിനെ കുറിച്ച് അറിയണം. ഇങ്ങനെ ഞാൻ കൺസ്ട്രെയിൻസ് 4 കൺസ്ട്രെയിൻസ് കൊടുക്കുന്നതാണ് വളരെ ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഉള്ള പ്രോംപ്റ്റ്. 4 കൺസ്ട്രെയിൻസ് ഓർക്കണം. 4 കൺസ്ട്രെയിൻസ്. ഒരു കൺസ്ട്രെയിൻ കൊടുത്താൽ പോരാ. പക്ഷെ കൺസ്ട്രെയിൻ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേദാന്തം വിഭാഗം, അതായത് വേദാന്ത വിഷയങ്ങളെ കുറിച്ച് അറിയണം, എനിക്ക് സാഹിത്യ വിഷയങ്ങളെ കുറിച്ച് അറിയണ്ട. ഇങ്ങനെ കൊടുക്കരുത്. അത് അങ്ങനെ വിചാരിക്കും, എല്ലാവരും വിചാരിക്കും അത് സെയിം ഒരു പ്രോംപ്റ്റ് ആണ്, അത് കൺസ്ട്രെയിൻ ആണ്. അങ്ങനെയല്ല. എനിക്ക് ഇതിനെ കുറിച്ച് അറിയണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു രീതിയിൽ ഭാഷ മാറ്റി, അതാണ് ഭാഷയുടെ ഒരു എന്താ പറയുക, വാക്കുകളുണ്ട് ഒരു ചമത്കാരം എന്നൊക്കെ പറയില്ലേ, ഭാഷ എങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് റിഫൈൻ ചെയ്ത് കൊണ്ടുവരുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രോംപ്റ്റിന് ക്വാളിറ്റി കൂടുക. അതുപോലെ തന്നെയാണ് അവിടെ നിന്ന് കിട്ടുന്ന റിസൾട്ടിനും ക്വാളിറ്റി കൂടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, പ്രോംപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാ പറയുന്നത്. അതുകൊണ്ടാണ് ആ സ്ലൈഡ് ഞാൻ മാറ്റാനത്. കാരണം ഈ പ്രോംപ്റ്റില് കൊടുക്കുമ്പോൾ ആദ്യം ഇന്നത് വേണമെന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വേദാന്തം എന്ന് പറയുന്ന വിഭാഗത്തെ മാത്രം എടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്നത് വേണ്ടെന്നല്ല പറയണ്ടേ. കാരണം എന്താ, അടുത്ത് എന്താ ചോദിക്കണ്ടേ, എനിക്ക് അറിയേണ്ടത് 4 വർഷ കോഴ്സാണോ, അങ്ങനെ ചോദിക്കുക. നമ്മൾ റിഫൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെയാണ്. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീപ്പായിട്ട്, ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു വിഷയം, അതായത് അവിടെ ഇപ്പം ഏതെങ്കിലും ഒരു വേദാന്തത്തിൽ ഏതെങ്കിലും ഒരു ഭഗവത്ഗീത എന്ന് പറയുന്നത്, അപ്പൊ ആ സംഭവത്തെ മാത്രം എടുത്തിട്ട് ഭഗവത്ഗീത ഉപനിഷത്ത് അല്ലെങ്കിൽ ഉപനിഷത്ത് ഭാഷ്യം അവിടെ ഇത്ര വിഭാഗം, അതായത് ആദ്യത്തെ ദശോപനിഷത്തിന്റെ പഠനം ഉണ്ടോ എന്നറിയണം എന്ന് കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ 108 ഉപനിഷത്തിനെ കുറിച്ച് അറിയണ്ട എന്ന് കൊടുക്കരുത്. വേറെ മറ്റൊരു പ്രോംപ്റ്റ് കൊടുക്കണം. കാരണം ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴാണ് പ്രോംപ്റ്റ് ക്വാളിഫൈ ചെയ്ത് വരും, റെസ്പോൺസ് വരും. എന്നിട്ട് ഈ 2 റെസ്പോൺസ്, ഇപ്പോൾ ഔട്ട്ലെയറിലാണ് വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 2 റെസ്പോൺസ് വരും. ഈ 2 റെസ്പോൺസിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള റെസ്പോൺസ് ഏതാന്ന് നമ്മൾ നോക്കണം. അതില് വാക്കുകളിൽ തെറ്റുണ്ടോ നോക്കണം, സിൻടാക്സ് നോക്കണം, ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ നോക്കണം. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്ന് വായിക്കും, എന്താ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഏത് റീസണാണ് ഞാൻ റെസ്പോൺസ് ആണ് ഞാൻ സെലക്ട് ചെയ്തതെന്ന് അവർ ചോദിക്കുക. റെസ്പോൺസ് എ ഉണ്ട്, റെസ്പോൺസ് ബി ഉണ്ട്. ഇതിൽ ഏതാണ് ഞാൻ സെലക്ട് ചെയ്ത റെസ്പോൺസ് എന്ന് ചോദിക്കും. അപ്പോ ഞാൻ റെസ്പോൺസ് എ ആണ് സെലക്ട് ചെയ്തതെന്ന് പറയാം. വൈ, എന്തുകൊണ്ട് ഞാൻ റെസ്പോൺസ് എ സെലക്ട് ചെയ്തു, എന്തുകൊണ്ട് ഞാൻ റെസ്പോൺസ് ബി സെലക്ട് ചെയ്തില്ല, വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയിട്ട് ഏതാണ് അതിന്റെ ക്വാളിറ്റി ഏതിനാണെന്ന് പറയണം. ക്വാളിറ്റി ഏതിനാണെന്ന് പറഞ്ഞതിന് ശേഷം ബിയുടെ ഡ്രോബാക്ക് ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. അതാണ് അതിന്റെ ഇതെല്ലാം 26 മിനിറ്റ്സിനകത്ത് നമ്മൾ ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ പറയുന്ന ആ കറക്റ്റ് ഡോളർ അപ്പൊ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ എയർ ടൈം എനിക്ക് തോന്നുന്നു എല്ലാവരും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. എയർ ടൈം അക്കൗണ്ടിനകത്ത് അപ്പൊ തന്നെ വരും. വീക്കിലാണ് അതിന്റെ പേയ്മെന്റ് തരിക. ഇത് ഇപ്പോ എനിക്ക് തോന്നുന്നു 10 മാസമാണ് അവർ പറഞ്ഞത്. 10 മാസത്തിനകത്ത് ആ പ്രൊജക്ട് ക്ലോസ് ആവും മലയാളത്തിന്റെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സംസ്കൃതത്തിന്റെ കോഴ്സ് സ്റ്റാർട്ട് ആവും. എനിക്ക് തോന്നുന്നു 7 മാസത്തിനകത്ത് തന്നെ സ്റ്റാർട്ട് ആവും. മാക്സിമം എല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് മെയിൽ ഐ ഡി തന്നിട്ടുള്ളത് കൊണ്ട് ഞാനത് റെഫർ ചെയ്യാം. പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് സംസ്കൃതത്തെ കുറിച്ച് ചെയ്യുമ്പോൾ പ്രോംപ്റ്റ് വളരെ കൃത്യമായിരിക്കണം. അതിലൊരു കോംപ്രമൈസ് നമുക്ക് വരില്ല. അപ്പോൾ ഇത് ഒരു ഓപ്ഷൻ.
ഇനി മറ്റൊരു കാര്യം ഞാൻ ഇവിടെ പറയുന്നത്, ഞാനൊരു എന്താ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് ഇതിപ്പോ ഞാൻ പറഞ്ഞതാണ് ഇതിനെക്കുറിച്ച്. ലാംഗ്വേജ് എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്കൃത് എന്ന് പറയുന്ന ലാംഗ്വേജിന്റെ പ്രത്യേകത എന്താണ്, ഹൈലി സ്ട്രക്ചേർഡ് ആണെന്ന് പറഞ്ഞു, കോംപ്ലക്സ് റൂൾസ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു LLM ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ബെനിഫിറ്റ്സ് ഓഫ് AI മോഡൽ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഹാൻസ് AI മോഡൽ ട്രെയിനിങ് ഫോർ ദ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പ്രോസസിങ്. മറ്റുള്ള ലാംഗ്വേജുകളെ കമ്പയർ ചെയ്ത് പറഞ്ഞിരിക്കുന്നുള്ളൂ. നമ്മുടെ മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമറിലെ പ്രത്യേകത കൊണ്ടാണ് ഈ കണക്ഷൻ വരുന്നത്, അൽഗോരിതവുമായിട്ടുള്ള കണക്ഷൻ ആയിട്ട് വരുന്നത്. മറ്റൊരു കാര്യം ഇനി ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ ഈ ഒരു ഗുരു ഓംക എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. ഈ വെബ്സൈറ്റ് ഞാനും ആൻഡ്രൂസ് എന്ന് പറയുന്ന അദ്ദേഹം കൂടി ചേർന്നാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനൊരു ഹൈലൈറ്റ്സ് എനിക്ക് തോന്നുന്നു എല്ലാവരും ഒന്ന് ഗൂഗിളിൽ www.guruomka.com എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. ലിങ്ക് വരുന്നില്ലെങ്കിൽ ലിങ്ക് ഞാനിത് അതിനകത്ത് അയക്കാം. അപ്പൊ പ്രത്യേകത വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ, ഹൈ ട്രാൻസ്ലേഷൻ ക്വാളിറ്റി, അതായത് ഒരു 80% അല്ലെങ്കിൽ www.guruomka.com വരുന്നുണ്ടോ? അല്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ അതിനകത്ത് ലിങ്ക് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ? ഞാൻ അയച്ചില്ലായിരുന്നു. വരുന്നുണ്ടോ? ഉണ്ടോ? എന്നാൽ അത് ആരെങ്കിലും ഗ്രൂപ്പിനകത്തൊന്ന് ഇട്ടിരുന്നെങ്കിൽ ആ ലിങ്ക് വഴി കയറുമ്പോൾ അതിൽ കുറെ ഓപ്ഷൻസ് കിടക്കുന്നുണ്ട്. ട്രാൻസ്ലേഷൻ ഉണ്ട്, ഓഡിയോ ട്രാൻസ്ലേഷൻ ഉണ്ട്, ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു സെന്റൻസ് കൊടുക്കുക, അത് കഴിഞ്ഞ് പക്ഷെ ഇതിനൊരു അത് കഴിഞ്ഞ് അത് ട്രാൻസ്ലേഷൻ വേണോ, അതുമായി ബന്ധപ്പെട്ട് സംസ്കൃത് മെറ്റീരിയൽ വേണോ, സംസ്കൃതിലെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വരിക. കാരണം വേർഡ് ബൈ വേർഡ് മീനിങ് അതിനകത്ത് വരുന്നുണ്ട് കാര്യം. പക്ഷെ ഇതിനൊരു നോർമലി എനിക്ക് തോന്നുന്നു ഇത് പുറത്തുമായിട്ട് കണക്ട് ചെയ്തതുകൊണ്ട് ChatGPT 4 അതായത് പ്രോ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. കാരണം അതിന് പൈസ ഒന്നും കൊടുക്കണ്ട. അല്ലെങ്കിൽ ഒരു 20 ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ 20 മെസ്സേജ് നമുക്ക് ഒരു ദിവസം അയക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പേയ്മെന്റ് ചോദിക്കും. പക്ഷെ ഇത് കുറച്ചുകൂടി സാർവത്രികമായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗൂഗിൾ തന്നെ അത് ഫ്രീ ആക്കുമായിരിക്കും. ഇപ്പോ നമ്മളുടെ ആ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അത് ഉണ്ടാക്കിയതുകൊണ്ട് പുറത്ത് നമുക്ക് ChatGPTക്ക് പ്രോയോ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അതുകൊണ്ടാണ് ആ ഒരു പ്രോ വേർഷനിൽ ഞങ്ങൾ അത് ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു 20 മെസ്സേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കൃത്യമായിട്ട് ഓരോരോ സെന്റൻസ് വൈസ് അതിൽ മീനിങ് വരുന്നുണ്ട്. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്തും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. കാരണം LLM ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പുതിയ ആൾക്കാരെ അവര് എഫോക്സ് എടുക്കാൻ വേണ്ടിയും ലൈബ്രറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയും ചോദിക്കുന്നുണ്ട്. അപ്പൊ സംസ്കൃതം അറിയുന്നവർക്ക്, സംസ്കൃതവുമായി ബന്ധപ്പെട്ടുള്ളവർക്കാണ് ഈ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഈ വെബ്സൈറ്റുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളും ഇതിനകത്ത് ആഡ് ചെയ്യാം. കാരണം ഇപ്പോ നമ്മളൊരു സംസ്കൃതം അതിനകത്ത് എനിക്ക് തോന്നുന്നു വോയിസ് ഇട്ടിട്ടുണ്ട്. കാരണം വോയിസ് ഓവറിന്റെ ഒരു വീഡിയോ അതിനകത്തുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശ്ലോകം ചൊല്ലുന്നു. അപ്പൊ AI ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ശ്ലോകമായിട്ട് അത് എന്ത് ചെയ്യുന്നു, തിരിച്ചു വരുന്നുണ്ട്. കാരണം AIയുടെ സൗണ്ട്, എന്റെ സൗണ്ടും AIയുടെ വോയിസ് ഫേസുമായിട്ട് എനിക്ക് തോന്നുന്നു ഗ്രൂപ്പിനകത്ത് ഇട്ടായിരുന്നു. അത് നെക്സ്റ്റ്, അതായത് ഇപ്പം ഈ ഔട്ട്ലെയർ പോലുള്ളവര് നെക്സ്റ്റ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ വർക്കിന് വേണ്ടിയാണ് നടക്കുന്നത്. കാരണം നമ്മളൊരു കൃത്യമായിട്ടുള്ള ഒരു വോയിസ് കൊടുക്കുക. ലിപ് മൂവ്മെന്റ് എന്തായിരിക്കണം, കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ലിപ് മൂവ്മെന്റ് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ശ്ലോകം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ ശ്ലോകം അടുത്തത് കമ്പ്യൂട്ടറിൽ കൊടുക്കും. എന്നിട്ട് സിസ്റ്റം എന്ത് ചെയ്യും, ഒരു ലേഡി അല്ലെങ്കിൽ ഒരു ഫേസ് വെച്ചിട്ട് ആ ഫേസ് ഞാൻ പറയുന്ന പോലെ തന്നെ ആ സെയിം ലിപ് മൂവ്മെന്റ് ആ ഒരു സിങ്ക് വരുത്തുന്നവരെ അവർ ട്രെയിൻ ചെയ്ത് പോകും. അത് ആ ഗ്രൂപ്പിനകത്ത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാലായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് വീഡിയോ കിടക്കുന്നുണ്ട്. ആ വീഡിയോയ്ക്ക് അകത്താണ് വോയിസ് ഓവർ എന്ന് പറയുന്ന വർക്കാണ്. ഇനി അപ്പൊ ഇതിൽ ജസ്റ്റ് ഞാൻ കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എനിക്കൊന്ന് 10 എന്തോ ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കൂടുതൽ, അപ്പൊ ഒരുപാട് ആഡ് ചെയ്യാനുണ്ട് അതിനകത്ത്. അപ്പം ഇത് ഒരു എക്സാമ്പിൾ പോലെ ഇട്ടതാണ്. അപ്പൊ ആ കാര്യത്തിന് നമ്മളുടെ സംസ്കൃത് അറിയുന്നവരാണ്. കാരണം വളരെ വ്യക്തമായിട്ട് പറയുന്നവര്, അതായത് പ്രൊനൗൺസ് ചെയ്യുന്നവരെ നമുക്ക് ആവശ്യമുണ്ട്. ഇത് സെയിം ഇവിടെ ഇതിനകത്ത് തന്നെ കുറച്ച് മെറ്റീരിയൽസ് നമ്മൾ പ്രോ വേർഷൻ, അതായത് അതിനകത്ത് ട്രാൻസ്ലേഷൻ പ്രോ വേർഷൻ ഉണ്ട്, ഫ്രീ വേർഷൻ ഉണ്ട്, അതുപോലെ തന്നെ വോയിസ് ഓവറും എല്ലാം കിടക്കുന്നുണ്ട്. അതിനകത്ത് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഇപ്പൊ നിൽക്കുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ ടൂൾസിൽ മികച്ചതായെന്ന് പറഞ്ഞിട്ട് അതിൽ അപ്രൂവൽ വന്നിരുന്നു. പക്ഷെ ഞാൻ വിചാരിക്കുന്ന കുറച്ചുകൂടി, അതായത് അതിനകത്തും തെറ്റുന്ന സംസ്കൃതം അറിയുന്നവർക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ തെറ്റ് മനസ്സിലാവും. അപ്പോൾ കുറച്ചുകൂടി അത് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും അതിനകത്ത് ലാർജ് ലാംഗ്വേജ് മോഡൽ, അതായത് LLM ക്രിയേറ്റ് ചെയ്യുന്നതിന് ആൾക്കാർ ആവശ്യം വരും. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണ്, ഈ ഒരു ഭാഷ കൈകാര്യം ചെയ്യണം, അതുപോലെ വൊക്കാബുലറി നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫീൽഡിൽ കൊടുക്കാം. പിന്നെ വൊക്കാബുലറി ആണല്ലോ അതിന്റെ ഒരു പ്രധാനമായിട്ടുള്ള കാര്യം.
ഈ വൊക്കാബുലറി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഫോർ എക്സാമ്പിൾ എനിക്ക് ഒരു 50 വേർഡ്സ്, അതാണ് പ്രോംപ്റ്റ്. അതായത് ഒരു 500 വേർഡ്സിൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് സംസ്കൃത് ഇൻ ദ മോഡേൺ ഏജ്, അതായത് സംസ്കൃത ഭാഷയുടെ പ്രാധാന്യം ഈ ഒരു മോഡേൺ ഏജിൽ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു 500 വാക്കിൽ എനിക്കൊരു ആർട്ടിക്കിൾ സംസ്കൃതിൽ വേണം എന്ന് വിചാരിക്കുക. പ്രോംപ്റ്റ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു വളരെ വ്യക്തമായിരിക്കണം, കൺസ്ട്രെയിൻസ് വേണം. ഈ പ്രോംപ്റ്റില് അപ്പൊ അതിനെ വേണം എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ചെയ്തു. എന്തൊക്കെ എനിക്ക് അതിനകത്ത് ഉൾക്കൊള്ളിക്കണം? ആൽഗരിതം, അല്ലെങ്കിൽ അതിന്റെ ആൽഗരിതത്തിന്റെ സ്ട്രക്ചർ ഉൾക്കൊള്ളിക്കണം. എന്നപോലെ തന്നെ എന്താണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റഡീസ് ഏതൊക്കെയാണെന്ന് എനിക്കറിയണം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസിന്റെ പേര് മതി. കാരണം 500 വാക്കിൽ ഒതുങ്ങിയും വേണം, അത് കൃത്യമായിരിക്കണം, കോൺക്രീറ്റ് ആയിരിക്കണം എന്ന് പറയില്ലേ. കാരണം സ്റ്റഡി ടു ദ പോയിന്റ്, അത് ചോദിച്ചത് എന്താണോ അതിനനുസരിച്ചായിരിക്കണം ഉത്തരം. അതുകൊണ്ടാണ് പറയുന്നത് കൺസ്ട്രെയിൻസ് ലിമിറ്റ് ചെയ്യാണ്. വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ സ്പെഷ്യൽ റെഫറൻസ് ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോഴോ ഇങ്ങനെ കുറയ്ക്കുമല്ലോ. അതാണ് ഈ കൺസ്ട്രെയിൻസിന്റെ പ്രത്യേകത. അപ്പോ വീണ്ടും കുറച്ചു എന്താക്കി, ഇവിടെ പ്രത്യേകിച്ച് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പേരുകൾ മാത്രം മതി എന്നാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് റിക്സ് ആൻഡ് ബ്രിക്സ് ആണ് ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സംസ്കൃതമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾ എഴുതിയത്. അപ്പൊ ആ ആർട്ടിക്കിള് നാസയിലാണ് അത് പബ്ലിഷ് ചെയ്തത്. അപ്പോ ഈ ആർട്ടിക്കിൾ, അപ്പൊ 2-3 ആർട്ടിക്കിൾ മാത്രം ചോദിക്കുക. വീണ്ടും എന്ത് ചോദിക്കുക? അങ്ങനെ ഒരു 3 കൺസ്ട്രെയിൻസ് കൊടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ഈ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് ഭാഷയിലാണ് വരുന്നത് നോക്കണം. മിക്കവാറും നമ്മൾ ചില സമയത്ത് ചാറ്റ് ജിപിടിക്ക് കൊടുക്കുമ്പോൾ ഹിന്ദിയിൽ വരുന്നുണ്ട്. അതാണ് പറഞ്ഞത്, ഹിന്ദിയിൽ വരുമ്പോൾ തെറ്റാണ്. കാരണം വാക്കുകളും ഹിന്ദിയിൽ വരും. ചിലപ്പോൾ മേ എന്നൊക്കെ പണ്ട് വരുന്ന കാണാം കൊടുക്കുന്ന സമയത്ത്. പ്രോയിൽ അത്ര വരില്ല, എങ്കിലും വരും. ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി വാക്കുകളെല്ലാം ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? റിമൂവ് ചെയ്തിട്ടുണ്ട്. കാരണം ആ സ്ട്രക്ചറിൽ നിന്നെല്ലാം ഹിന്ദി വാക്കുകൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ചില സമയത്ത് കൊടുക്കുന്ന സമയത്ത് ഹിന്ദി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടത് ആ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഈ എപ്പോക്സ് കൊടുക്കുന്നതിന് വളരെ എന്ന് പറയില്ലേ, ഭാഷ അത്ര നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യും. ആൻഡ്രൂസ് ആണ് അവിടെ നിന്ന് കുറച്ച് ആൾക്കാരെ നോക്കിയിരുന്നു. അതുപോലെ തന്നെ US-ലുള്ള ഹിന്ദു യൂണിവേഴ്സിറ്റി ഓഫ് അമേരിക്ക, അവിടെ ഈ ഒരു ഇതിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് പേപ്പേഴ്സ് തന്നിട്ടുണ്ട്. അപ്പം അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്തപ്പോൾ അപ്പൊ അവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ചെയ്യും, കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, കുറെ വാക്കുകൾ എന്തായാലും തരും. പക്ഷെ നമുക്ക് വേണ്ടത് ഗൂഗിൾ സെർച്ച് ചെയ്ത വാക്കുകളല്ല. അതാണ് അദ്ദേഹം പറയാറുള്ളത്. കാരണം സംസ്കൃത അറിയുന്ന ആദ്യം മുതലേ സംസ്കൃതം ഗൂഗിളിലൂടെ അല്ലാതെ പഠിച്ചവര്, പുറത്തുള്ളവർ ഗൂഗിളിലൂടെയാണ് സംസ്കൃതം പഠിച്ചത്. നമ്മൾ ഗൂഗിളിലൂടെ അല്ല സംസ്കൃതം പഠിച്ചത്. ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഗുരുനാഥന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന സംസ്കൃതമാണ്. അതുകൊണ്ട് തന്നെ അതിന് വാല്യൂ ഉണ്ടാവും. അതാണ് അവർ പുറത്തുള്ളവർ കൃത്യമായിട്ട് അതാ പറയുന്നത്. നിങ്ങൾ ഇപ്പൊ ഒരു ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ഉപയോഗിക്കരുത്. നമ്മൾ സ്വയമായി നമ്മൾക്ക് അറിയുന്ന രീതിയിൽ അതിനെ എഴുതണം. എഴുതുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തെറ്റുണ്ടെങ്കിലും അത് മെഷീൻ അല്ലല്ലോ. മെഷീന്റെ പ്രത്യേകതയുണ്ട്, മെഷീന് നെഗറ്റീവ്സ് ഉണ്ട്. കാരണം ഹ്യൂമൻ ഇന്റലിജൻസ് യൂസ് ചെയ്തിട്ടാണ് മെഷീൻ ഉണ്ടാക്കിയത്. എന്തായാലും ഹ്യൂമൻ ഇന്റലിജൻസ് ആണ് മുകളിൽ നിൽക്കാന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം ഹ്യൂമൻ ഇന്റലിജൻസ് കഴിഞ്ഞിട്ടല്ലേ, എന്തായാലും നമ്മൾ ഉണ്ടാക്കിയ ആളല്ലേ, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. പക്ഷേ ഈ ഹ്യൂമൻ ഇന്റലിജൻസിന് കിട്ടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ നല്ല റിഫൈൻ ചെയ്തിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്താൽ അവരെന്ത് ചെയ്യും? റിഫൈൻ ചെയ്തിട്ടുള്ള റിസൾട്ട് തന്നെ തരും. അത് ഹ്യൂമൻ ഇന്റലിജൻസിന്റെ പ്രത്യേകത. അത് കമ്പ്യൂട്ടറിന്റെ ഒരു വകതി. ഇപ്പൊ ഹ്യൂമൻ ഇന്റലിജൻസ് അതുപോലെ തന്നെ സെന്റിമെന്റ് അനാലിസിസ് ഒക്കെ ചാറ്റ് GPT പുതിയ വേർഷനിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവർ ചോദിക്കും നിങ്ങൾക്ക് ഇമോഷൻസ്, അതായത് നമ്മൾ എങ്ങനെയാണ് ഇമോഷൻസ് എന്ത് ചെയ്യാം. ഇപ്പോ പല കൃതികളൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ അത് ചെയ്യുന്ന സമയത്ത് അന്ന് അവർ എന്നോട് ചോദിച്ച ചോദ്യമാണ്. നമ്മളിപ്പോ നമ്മുടെ സാഹിത്യ കൃതികളിലൊക്കെ ഇമോഷൻസിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതായത് കൃതികളാവട്ടെ, കാളിദാസന്റേതായിട്ടുള്ള കൃതികളിലൊക്കെ നമ്മൾ ഇമോഷൻസിന് വളരെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ ഇമോഷൻസ് എങ്ങനെയാണ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മെഷീൻ മനസ്സിലാവുക? അതെങ്ങനെയാ മനസ്സിലാവാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അത് വായിക്കുന്ന സമയത്ത് ആ വ്യക്തി അല്ലെങ്കിൽ ആ വായിക്കുന്ന സമയത്ത് മെഷീന് തോന്നണം ഇതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ആ എഴുത്ത് നമ്മൾ കൊണ്ടുവന്നാൽ മെഷീനും ഹ്യൂമൻ അതെന്ത് ചെയ്യാൻ പറ്റും? സെന്റിമെന്റൽ അനാലിസിസ് ചെയ്യാൻ പറ്റും. അവിടെ നമ്മുടെ വാക്കിന്റെ അല്ലെങ്കിൽ ആ ഒരു പറയില്ലേ, അതായത് വാക്ക് നമ്മൾ എഴുതി കൊടുക്കുന്ന ആ ഒരു സാഹിത്യ ശൈലിക്കാണ് പ്രാധാന്യം. പല സാഹിത്യ കൃതികളും വായിക്കുന്ന നമുക്ക് ഫീൽ ചെയ്യാമല്ലോ, ഞാൻ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ് എന്നുള്ള ഒരു ഫീലിംഗ് വരുമല്ലോ. അതുപോലെ തന്നെയാണ് പ്രോംപ്റ്റും. സിസ്റ്റത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പിക്കണം. സിസ്റ്റത്തിന് തോന്നണം ഇതൊരു സെന്റിമെന്റ് ആണ്. അപ്പൊ ആ വാക്കുകൾ, കാരണം സിസ്റ്റത്തിന് മറ്റ് ഇമോഷൻസ് ഇല്ല, നമ്മളുടെ വാക്കുകളിലൂടെ നമ്മുടെ സെന്റൻസുകളിലൂടെ നമ്മുടെ വാക്കിന്റെ ചമത്കാരത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത് മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ മെഷീൻ മനസ്സിലാക്കുന്നത് ഇതാണ് കാര്യം. അപ്പോ ഇതിനകത്ത് വീണ്ടും സെന്റിമെന്റൽ അനാലിസിസ് എന്ന് പറയുന്ന സ്ഥലത്തും സംസ്കൃതത്തിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കാരണം സംസ്കൃതത്തിന്റെ മേഖലയില് കൃതികളാണെങ്കിലും സാഹിത്യ രചനകളാണെങ്കിലും ഒരുപാടുണ്ട്. അപ്പോൾ ഈ രചനകൾ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു സെന്റൻസ് അങ്ങ് കൊടുക്കും, എവിടെന്നെങ്കിലും
ഒരു കോപ്പി ചെയ്തിട്ട് ഡയറക്റ്റ് ആ സെന്റൻസ് കൊടുക്കും. പക്ഷെ ഇത് അറിയാത്തവർ കൊടുക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മിഡിൽ ആയിട്ട് ഏതെങ്കിലും ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ നിന്നായിരിക്കില്ല കൊടുക്കുക. സെന്റൻസ് എവിടെയെങ്കിലും ഉണ്ടാവും, ആ പേജിന്റെ മധ്യഭാഗത്ത് നിന്നോ നടുവിൽ ഇങ്ങനെ എടുത്തു കൊടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വായിച്ച് മനസ്സിലാകുമ്പോൾ ഒരു കണക്ഷൻ കിട്ടില്ല. അതാണ് ഞാൻ ട്യൂറിംഗ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കണക്ഷൻ ഇല്ല. ആദ്യത്തെ സെന്റൻസ് ഓക്കെ ആയിരിക്കും, രണ്ടാം സെന്റൻസും അതുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. എങ്കിലും അറ്റ്ലീസ്റ്റ് സെന്റൻസ് കറക്റ്റ് ആണെങ്കിൽ ഓക്കെ. പക്ഷെ ഇവിടെ നമ്മൾ ഗുരു ഓംകെയിൽ ചെയ്തിട്ടുള്ളത് സെന്റൻസ് കറക്റ്റ് ആണ്, സെന്റൻസ് കൃത്യമായിട്ട് വരുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്തും വരുന്നുണ്ട്. അതായത് ഓരോ സെന്റൻസ് വഴി വരുന്നുണ്ട്. പക്ഷെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫൈൻ ചെയ്യണം. പിന്നെയും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതായത് ChatGPTക്ക് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു 8-9 വർഷം ഒരു ഔട്ട്പുട്ടും ഇല്ലാതെ പണി ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. കാരണം കമ്പനികൾ എന്ത് ചെയ്തു, മോഡൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. മോഡൽസ് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന്റെ റിസൾട്ട് ഉണ്ടോ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. 8 വർഷം അവര് ഇതിൽ വർക്ക് ചെയ്തിട്ട് ഇപ്പൊ ChatGPT എസ്റ്റാബ്ലിഷ്. പക്ഷെ അവർ ആ കിട്ടിയെടുത്ത പൈസയൊക്കെ അവര് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ യൂട്ടിലൈസ് ചെയ്തു. കാരണം അത്രയും നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവർക്ക് പൈസ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ 2000-3000 യൂണിറ്റ്സ് അല്ലേ പോകുന്നത്. അത് ആ ക്യാഷ് എന്ത് ചെയ്യും, ChatGPT എന്നുള്ള രീതിയിൽ പോകും. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്, സംസ്കൃതത്തിന്റെ മേഖലയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസിൽ ആദ്യം ഞാൻ പറഞ്ഞ ട്രാൻസ്ലേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, വോയിസ് ഓവർ, അത് കഴിഞ്ഞതിന് ശേഷം LLM ക്രിയേഷൻ. ഈ LLM ക്രിയേഷനിൽ ഒരുപാട്, അതാണ് ഞാൻ പറഞ്ഞ ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്ന് അടിച്ചു കൊടുക്കുക. അതില് ലിംഗ്വിസ്റ്റ്, അതാണ് വേണ്ടത്. നിങ്ങളൊരു സംസ്കൃത് ലിംഗ്വിസ്റ്റ് ആണ്, ഭാഷാ വിദഗ്ധനാണ് എന്നുള്ള, വൈദഗ്ധ്യമുള്ള ഒരാളാണ് എന്നുള്ളത് ആണ് ആ ചോദിക്കുന്ന ചോദ്യം. അതിന് വേണ്ടിയുള്ള ആൻസർ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പ്രോംപ്റ്റ് ക്രിയേഷൻ ഉണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, സംസ്കൃത് AI പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരൊരു പ്രോംപ്റ്റ് ചോദിക്കുമ്പോൾ നമ്മൾ ആ പ്രോംപ്റ്റ് കൊടുക്കണം. ഇതിനകത്ത് നമ്മളൊരു എക്സാമ്പിൾ ചെയ്തിട്ട് പ്രോംപ്റ്റ് കൊടുക്കണം. അപ്പൊ അതിനുവേണ്ടി മെയിൻ ആയിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യാനായിട്ട് പഠിക്കുക. ടൈപ്പിംഗ് മസ്റ്റ് ആണ്, ടൈപ്പ് ചെയ്യാൻ പഠിക്കുക. അല്ലെങ്കിൽ ചിലയിടത്ത് നമുക്ക് അല്ലെങ്കിൽ സംസ്കൃത് ഇൻപുട്ട് ടൂൾസ് വെച്ച് കൊടുക്കാം, പക്ഷെ ചില സ്ഥലത്ത് അവർ കോപ്പി പേസ്റ്റിംഗ് അനുവദിക്കുന്നില്ല. അതാണ് മെയിൻ കാര്യം. കോപ്പി പേസ്റ്റിംഗ് അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അതായത് നമ്മൾ ഇൻപുട്ട് ടൂൾസിൽ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റോടത്ത് പേസ്റ്റ് ചെയ്യാം നമ്മൾ ചോദിച്ച സ്ഥലത്ത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല, അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ ടൈപ്പ് ചെയ്യണം. പിന്നെ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നതും ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യുന്നതും ടൂൾസ് നോക്കുക, സ്മാർട്ട് കാറ്റ് മുതലായ ടൂൾസുകൾ നോക്കുക. അത് കഴിഞ്ഞ് മെയിൻ ആയിട്ടുള്ള കമ്പനീസ്, അതാണ് ഞാൻ പറഞ്ഞത്, ഔട്ട്ലെയർ എന്ന് പറയുന്ന കമ്പനിയും അതുപോലെ തന്നെ ബ്ലാക്ക് ലെറ്റർ, AI ഭാരത്, യുനോമിയ, അതുപോലെ തന്നെ സൈബേറിയം ഫാസ്റ്റ് ബിൽഡർ, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അതാണ് സൈബേറിയം ഫാസ്റ്റ് ബിൽഡർ. അപ്പൊ ഫാസ്റ്റ് ബിൽഡറിന്റെ അവര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പ്രൊജക്റ്റിൽ ഞാനുണ്ട്. പക്ഷെ സംസ്കൃതത്തിന്റെ തുടങ്ങിയിട്ടില്ല, കാരണം ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ LLM വെച്ചുകൊണ്ടിരിക്കുകയാണ്, LLM ക്രിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസ് യൂസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുള്ള ഈ സോഷ്യൽ, നമ്മൾ പറയില്ലേ ലിങ്ക്ഡിൻ പോലെയുള്ള മീഡിയ, അങ്ങനത്തെ വെബ്സൈറ്റുകളിലോ അങ്ങനെയുള്ളതിൽ കൂടുതലായിട്ടും നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അതിനെ കുറിച്ച് അറിയും. ധാരാളം ഈ സംസ്കൃത് ആൻഡ് AI എന്ന് പറയുന്ന ഒരുപാട് ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്. ഈ ആർട്ടിക്കിൾസ് നമ്മൾ റീഡ് ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ റീഡ് ചെയ്യേണ്ടത് റിറ്റ്സിന്റെ ആർട്ടിക്കിൾ ആണ്. അത് നാസയിൽ നമ്മൾ കൊടുക്കുമ്പോൾ നിങ്ങൾ വെറുതെ സംസ്കൃത് ആൻഡ് AI എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ തന്നെ കിട്ടും. അതിനകത്ത് എന്താണ് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനൊരു ചെറിയ ബ്രീഫാണ് തന്നത്, കാരണം കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അൽഗോരിതം കണക്ട് ചെയ്യാതെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമുക്ക് സംസ്കൃതം ഒരു നല്ല രീതിയിൽ, നമ്മളെ കുറിച്ച് നമുക്കറിയാലോ, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ സംസ്കൃതം നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ, ഒരു മോശമല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാം. ഒരു ലാംഗ്വേജ് സ്ട്രക്ചറും അതിന്റെ ഗ്രാമാറ്റിക്കൽ ആസ്പെക്റ്റും എല്ലാം കൂടി ചേർന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ മേഖലകളിലൊക്കെ നമുക്ക് നമ്മുടെ കഴിവ് തെളിയിക്കാം. മെയിൻ ആയിട്ട് ഇപ്പൊ കുറച്ച് പേര് അതിനെ ജോയിൻ ചെയ്തിട്ടുള്ളവരെ തന്നെ എനിക്കറിയാം. കാരണം ഇവര് പുറത്ത്, അതായത് മണിക്കൂറിനെ ചെയ്യുന്നത് പൈസ, അതുപോലെ തന്നെ മണിക്കൂറിനാണ് അവരുടെ ജോലി. നമ്മൾ ഇത്രയും നേരം ചെയ്തു, അതിന് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അതൊന്നും അവർ നോക്കുന്നില്ല സത്യം പറഞ്ഞാൽ. കാരണം 1 മണിക്കൂർ ചെയ്ത ആ 1 മണിക്കൂറിന്റെ പേയ്മെന്റ് അവർ നമ്മളിലേക്ക് ഇടുകയാണ്. പക്ഷെ നമ്മൾ ആ എന്തുകൊണ്ട് പേയ്മെന്റ് നമ്മൾ തെറ്റായാലും ശരിയായാലും ആദ്യത്തെ 2 തവണ അവർ ഇടും, 3ാമത്തെ തവണ റിവ്യൂർ ഉണ്ടാവും. റിവ്യൂ ചെയ്യുമ്പോൾ തെറ്റാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രൊജക്ട് തരില്ല. അത്രേ ഉള്ളൂ. നമ്മളൊരു പ്രൊജക്റ്റിൽ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഭാഷ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക. ആ കൈകാര്യം ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്താ, എല്ലാം വർക്ക് ഫ്രം ഹോം ജോബുകളാണ് കൂടുതലും. ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൺ സൈറ്റ് വേണ്ട. കാരണം എന്താ വെച്ചാല് ഓൺ സൈറ്റ് വേണ്ടെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഓൺലൈൻ ട്രാൻസാക്ഷൻസ് അല്ലേ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ, നൈറ്റ് ടൈം ആയിരിക്കും കൂടുതൽ, അവിടുത്തെ ആ ഒരു ടൈം വെച്ച് നോക്കുക. എന്നിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടൈം വെച്ച് നമ്മൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഏത് വർക്കാണോ, ഇപ്പൊ ട്രാൻസ്ലേഷൻ ആണോ, ട്രാൻസ്ക്രിപ്ഷൻ ആണോ, വോയിസ് ഓവർ ആണോ, ബിൽഡ് ആണോ, ഏതാണ് നോക്കുക, അതിനനുസരിച്ച് ചെയ്യുക. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഓൾറെഡി എന്റെ ലിങ്ക്ഡിൻ പേജിൽ ഇതെല്ലാ ഡീറ്റെയിൽസും ഉണ്ട്.
ഇതിനകത്ത് ഔട്ട്ലെയർ ആണ് എനിക്ക് തോന്നുന്നു ഞാനിപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്തേ. ബ്ലാക്ക് ലെറ്റേഴ്സ് വരുന്നുണ്ട്, ഫാസ്റ്റ് ബിൽഡർ വരുന്നുണ്ട് നെക്സ്റ്റ് സ്റ്റേജിൽ. ഫാസ്റ്റ് ബിൽഡറിൽ ഞാൻ ആ പ്രൊജക്റ്റിലുണ്ട്. അതുകൊണ്ട് LLM ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാം. ഗുരുവോംക എന്ന് പറയുന്നത് ഈ ട്രാൻസ്ലേഷൻ പെർട്ടിക്കുലർലി ഞാൻ അതൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. അത് ആൻഡ്രൂസ് പരിചയപ്പെടുത്തും, കാരണം അദ്ദേഹത്തിന്റെ സമയമാണ് 11:30 മുതൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പരിചയപ്പെടുത്തുമായിരിക്കും. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ സൗമ്യയുടെ പ്രസന്റേഷൻ കഴിഞ്ഞു. ഇതിന് ശേഷം ആൻഡ്രൂസിന്റെ പ്രസന്റേഷനാണ് വരിക. അദ്ദേഹമാണ് ഇതേക്കുറിച്ച് സംസാരിക്കുക. ഇവിടെ സൗമ്യയുമായിട്ട് ബന്ധപ്പെട്ട്, സൗമ്യയുടെ വിഷയവുമായി ബന്ധപ്പെട്ട്, പ്രസന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സംസാരിക്കാം, ചോദിക്കാവുന്നതാണ്. Hello, sir. We'll be continuing after a short break. Okay. മാം, ഞാൻ ഇവിടുത്തെ ടീച്ചറാണ്. എൻ്റെ പേര് ശിവജ. എനിക്ക് നമ്മൾക്ക് ഇവിടെ ഒരു കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ്, സാൻസ്ക്രിറ്റ് കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് ഒരു കോഴ്സ് ഉണ്ട്, PG ഡിപ്ലോമ. അപ്പോൾ അതിലെ കുട്ടികളെ ഇതിലേക്ക് ഇത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ ഞങ്ങളിപ്പോ ചെയ്യേണ്ടതായിട്ടുള്ളത്? അതായത് ഇപ്പം പ്രൊജക്ട് ഇപ്പം സ്റ്റാർട്ട് റണ്ണിങ്ങിൽ ഔട്ട്ലെയർ പ്രൊജക്ട് മാത്രമാണ്. അത് ഞാൻ നമ്മുടെ ഏതോ സർവകലാശാലയുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വരുന്ന 2 പ്രൊജക്ട്, ഒന്ന് എൻ്റെ ഈ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ടതാണ്. അതിനകത്ത് ഞങ്ങൾ കുറച്ച് ലാർജ് ലാംഗ്വേജ് മോഡൽസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് കാലിബറുള്ള കുട്ടികളെ വേണം. മറ്റൊന്ന് എന്ന് പറയുന്ന ബ്ലാക്ക് ലെറ്റേഴ്സ് ഓൾറെഡി ട്രാൻസ്ലേഷൻ ജോബ് തുടങ്ങി, അവര് ട്രാൻസ്ലേഷൻ എടുത്തിട്ടുണ്ട്, ആ ജോബ് തുടങ്ങിയിട്ടുണ്ട്, അതായത് ആ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പ്രൊജക്റ്റിലോട്ടും കുറച്ച് പേര് വേണം. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് ഒരു എന്താ പറയുക, ബ്ലാക്ക് ലെറ്റേഴ്സിൽ ഡയറക്റ്റ് കൊടുത്താലും നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം, കാരണം സംസ്കൃതമല്ലേ, കുറച്ച് പേരല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുള്ളൂ. അപ്പോ സംസ്കൃതമായിട്ട് റെഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ റെഫർ ചെയ്തിട്ടാണ് ഇത്രയും പേരെ ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചത്, ഔട്ട്ലെയറിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചത് ഇത്രയും പേരാണ്. അപ്പോൾ ജസ്റ്റ് അവരുടെ ഡീറ്റെയിൽസും പേരും മാത്രം ഒന്ന് ലിങ്ക്ഡ് ഇൻ പ്രൊഫൈലില് അല്ലെങ്കിൽ എന്റെ ഈ വെബ്സൈറ്റിൽ കയറിയിട്ടാണെങ്കിലും എന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് അതിനകത്ത് റിക്വസ്റ്റ് കൊടുത്താൽ ഡയറക്റ്റ് ആൻഡ്രൂസ് ഹാൻഡിൽ ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് ലിങ്ക്ഡ് ഇനിൽ എന്റെ പ്രൊഫൈലിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യാം, പേരും ആ കുട്ടിയുടെ പേരും അതുപോലെ തന്നെ ഇമെയിൽ ഐഡിയും മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനകത്ത് ഇന്റർവ്യൂവിനായിട്ട് വിളിക്കും. അപ്പോൾ ഓൺലൈൻ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അതായത് എങ്ങനെയാണ് സംസ്കൃതത്തിന്റെ ആ ഒരു ബേസിക് ലെവൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഓരോരോ പ്രൊജക്റ്റുകളുണ്ട്. പ്രൊജക്ട് ഓരോരോ ലെവൽ ഉണ്ട്, സ്റ്റാർട്ട് ഉണ്ട്, അതായത് ഇനീഷ്യൽ ഉണ്ട്, പിന്നെ ഒരു മീഡിയം സ്റ്റേജ് ഉണ്ട്, പിന്നെ അഡ്വാൻസ്ഡ് ലെവൽ ഉണ്ട്, ഹൈ അഡ്വാൻസ്ഡ് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് കാറ്റഗറൈസ് ചെയ്യും. അപ്പൊ സിംഗിൾ ലെയർ ഇന്റർവ്യൂ ആണോ? അങ്ങനെയല്ല, കാരണം ഓരോ പ്രൊജക്ടിനും നമുക്ക്, അതായത് റെസ്യൂം ഇപ്പൊ നമ്മൾ മെയിൽ ID കിട്ടിക്കഴിഞ്ഞാൽ ടീം എന്താ ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പോൾ ആൻഡ്രൂസ് ആണെങ്കിൽ പുള്ളി മെയിൽ ചോദിക്കും, അതല്ല റെസ്യൂം ചോദിക്കും. റെസ്യൂമെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ബേസ് ചെയ്തിട്ടാണ് ഇന്റർവ്യൂ വരിക. അതിനനുസരിച്ചായിരിക്കും സെഗ്രിഗേറ്റ് ചെയ്യുക, എങ്ങനെയാണോ ഏത് രീതിയിലാണ് വരേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇന്റർവ്യൂ സെപ്പറേറ്റ് ആയിരിക്കും. ഇന്റർവ്യൂ ഒരു ദിവസം എല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കില്ല, ഓൺലൈൻ ഇന്റർവ്യൂ ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ ടൈം കൊടുത്തിട്ട് ഓൺലൈൻ ഇന്റർവ്യൂ ആയിരിക്കും. അതൊന്നും പ്രശ്നമില്ല. പക്ഷെ മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ സംസ്കൃതം കമ്പ്യൂട്ടർ, അതായത് മെഷീനിലൂടെ പഠിച്ച ഒരാളല്ല. അതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തത് നമ്മുടെ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോ. കാരണം ഗുരുമുഖത്തിന് പഠിച്ചവരാണല്ലോ നമ്മള് ട്രഡീഷണൽ ആയിട്ട് പഠിച്ചവരല്ലേ. അപ്പൊ അതാണ് കുറച്ചുകൂടി ഹൈലൈറ്റ്. അപ്പൊ ഇങ്ങനെ എനിക്ക് മെയിൽ ചെയ്താൽ മതി, ഇത് ലിങ്ക്ഡിനിലോ അല്ലെങ്കിൽ എന്റെ ഈ വെബ്സൈറ്റിനകത്തോ മെയിൽ ചെയ്താൽ മതി. എന്താണ് ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും പ്രിഫർ ചെയ്യുന്നുണ്ടോ? സാൻസ്ക്രിറ്റ് BA, അതായത് സാൻസ്ക്രിറ്റിലുള്ള പ്രാമുഖ്യം എന്ന് പറയാം. അതായത് ഞാൻ വെച്ചിരിക്കുന്നത് ആസ് പെർ BA, അതായത് ബാച്ചുലർ ഡിഗ്രി അതിലെ ഒരു 75% മാർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ MA അതിനനുസരിച്ച് ഹയർ ചെയ്യുന്നവർക്ക് പിന്നെ പ്രശ്നമില്ല, അപ്പൊ ആ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കില്ലല്ലോ. ബേസിക്കലി അത് ഇന്റർവ്യൂവിന്റെ പെർഫോമൻസ് ആണ്. ഒരു ക്വാളിഫിക്കേഷൻ നമ്മൾ കൊടുക്കുന്നു മാത്രം, കാരണം കൊടുക്കണമല്ലോ. ഇന്റർവ്യൂവിൽ എങ്ങനെ ആ ഭാഷ കൈകാര്യം ചെയ്യാൻ എങ്ങനെ പറ്റുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നോക്കുന്നുണ്ടോ. അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് സൈമൾട്ടേനിയസ്ലി ചെയ്യാനായിട്ട് പറ്റുമോ?
പറ്റും, ഇന്റേൺഷിപ്പ് പോലെയുള്ള പരിപാടികളും ഉണ്ട്, ചെയ്യാൻ പറ്റും, പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ചെയ്യാം. കാരണം ഇതൊരു ടൈം ലിമിറ്റ് ഇല്ലല്ലോ. കാരണം നമ്മൾക്ക് പറ്റുന്ന അവസരമുള്ള സമയത്ത് നമ്മൾ ചെയ്യാന്നല്ലേ ഉള്ളൂ, ഒരു പെർട്ടിക്കുലർ ടൈം അല്ലല്ലോ പറയുന്നത്. നമ്മൾ അവർ പ്രൊജക്ട് വരും, നമ്മൾക്ക് മെയിൽ വരും പ്രൊജക്ട് എപ്പോഴാണ് വരികയെന്ന്. ആ പ്രൊജക്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഈ വിത്തിൻ ടൈമിനുള്ളിൽ സബ്മിറ്റ് ചെയ്യാന്ന് പറയും. കാരണം എൻഡ് ഓഫ് ദ ഡേ ആണ് മോസ്റ്റ്ലി. അപ്പോ ചിലപ്പോ നമുക്ക് 1 മണിക്കൂറിനകത്തോ 2 മണിക്കൂറിനകത്തോ ഉച്ച തിരിഞ്ഞിട്ടുള്ള സമയം നമ്മൾ പ്രിഫർ ചെയ്യണം. അതാണ് മെയിൻ ചെയ്യേണ്ടത്. നിങ്ങളോട് ചോദിക്കും, ചിലപ്പം ഞാനല്ലെങ്കിൽ അവരാണെങ്കിൽ അദ്ദേഹം ചോദിക്കും ഏതാണ് നമ്മുടെ സമയം മോസ്റ്റ്ലി. അപ്പൊ കുട്ടികൾ പറയേണ്ടത് എനിക്ക് ആഫ്റ്റർനൂൺ, അതായത് ആഫ്റ്റർ 3:30 or 4:30 ആണെന്ന് പറഞ്ഞാൽ ഓക്കെ, അപ്പൊ നമുക്ക് പ്രശ്നമില്ല. അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ വർക്ക് തന്ന പ്രശ്നമല്ലേ. പഠിച്ചിരിക്കുന്ന കുട്ടികൾക്കും ചെയ്യാം. കാര്യം ഇത്രയേ ഉള്ളൂ, എന്താ ചെയ്യേണ്ടത് ചെയ്യുന്നത്, നമ്മള് നല്ല രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യണം. അതിന് കൊടുത്താൽ മതി, എന്റെ വെബ്സൈറ്റിൽ കൊടുത്താൽ മതി. അപ്പൊ അതിനകത്ത് എനിക്ക് വെബ്സൈറ്റിൽ കയറിയിട്ട് അതിനകത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിന്റെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്യണോ എന്തെങ്കിലും? എന്താ ഇല്ല, പിന്നെ പേരും മെയിൽ ഐ ഡിയും മാത്രം മതിയോ? പ്രൊഫൈൽ മതി. എന്നിട്ട് വേണ്ട, പ്രൊഫൈൽ വേണ്ട. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്റ്റേജിൽ പ്രൊഫൈൽ ചോദിക്കും. ഓക്കെ ഓക്കെ. താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ മാം. ഒരു 5 minutes ബ്രേക്ക്, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തുടങ്ങും വിത്തിൻ 5 minutes. ഓക്കെ. I request Soumya to introduce Dr. Andrews. Namaste, Andrews. Are you there? Namaste, I'm here. Okay. So I am, this is Andrews, and we are together making this website and all that things. So he was very interested in Sanskrit and he was passionate about Sanskrit, how to learn Sanskrit. So we are together, we are exchanging the data. I'm sharing the Sanskrit data. He was sharing the machine learning, all the things. And he was took the doctorate in machine learning also. Now he was working in that area, machine learning and artificial intelligence, virtual reality, all that area. So thank you. So sir welcomes you and share your thoughts about Sanskrit. Thank you very much. The connection is fine. Everybody can hear me? Yes. Super. I feel very honored to be invited and to be with you at this session, and also to be alongside with all the online attendees. Yes, myself, I am here in Vienna, Austria. So it's Austria, so not Australia, no cricket team. We're just here. That's always a joke I make when I'm on my way in India, because usually many Indians think Austria is Australia, but we're a very small, beautiful country in the Alps in Austria. We have, you know, we have a lot of mountain lakes and all that stuff. People from India love, and people from India have many things that we love. For example, you have beaches, you have palm trees, you have a lot of sun, and so I think we can share some fantasies and desires here. That's about this introduction. And then of course, you know, as it is about Sanskrit today, I have to introduce myself via Sanskrit. So I say Suprapatam Priya Shrotra Varga, and this is one of the outcomes that I've been able to achieve, to somehow speak Sanskrit already. Why did I start my venture with Sanskrit? So I studied media technology, I studied philosophy, own a doctorate in that area. You know, I've been producing large-scale media projects for large companies for many years. So I'm an entrepreneur, and also I'm an academic. So I've been teaching at various universities like Academy of Fine Arts, Academy
of Applied Sciences, Vienna, and various other universities here in Europe. And this is a very important part of my doing, because I just love wisdom, knowledge. Yeah, I love knowledge. Also, I love wisdom, but have to be careful with that word a bit, because if I claim wisdom for myself, I think I'm lost in non-wisdom already. So what I really enjoy is sharing know-how, sharing knowledge, and learning together. Yes, that's the short story about me. And why did I start to learn Sanskrit? Let me share my screen. This just takes a second if it works. So I don't have a standard type of presentation here today, but more will improvise a bit according to your needs. You see my full screen here. I hope you don't mind that you have also look at my tabs here and about my. I'm happy to share also my shortcuts. You're welcome in my space. You're welcome in Austria, and welcome in what I'm doing. So I start sharing about that a bit more. Just last evening, I did another meetup. That's why I'm still a bit tired, because it took long. That I'm organizing in Vienna for creative and scientific people who want to get along in artificial intelligence and creativity. And so this is a photo of one of the meetups, recent meetups we had together. It was a similar event yesterday. And yeah, so I also act as a facilitator, I act as a keynote speaker, academic lecturer, and entrepreneur. And yeah, there's my website. So my claim that I'm about is augmenting your world. This means I like to enhance people's life with technology and knowledge. Yes. Okay, now we switch over to Sanskrit again. There is this project that Dr. Soumya already introduced, and I want to shortly let you know how I came to this project. You know, I'm a very languageophiliac, so I just love languages and talking since ever. My mother is a language teacher, and I've been learning a new language each year for the last 20 years, or I improved one. So when I've got a lazy year, I just say this year I read a lot of French books so that I get better in French. C'est que je parle français pas mal aussi, but also my mother, she lives in Greece, and then I started to learn Greek. This was the first non-Latin language I've been learning, and I enjoyed it a lot. And then there is my brother who is a super language checker. You know, he's speaking like 15 languages liquidly, and he's always a light ahead of my doings in that area. For example, he studied Arabic, so he speaks 4 Arabic dialects and high Arabic language, and also he speaks Hindi and Urdu and Romanian, and yeah, many languages. And I was very proud, and I said to him, yeah, Stefan, now I'm learning Greek, and Ero Milao Elenika, and then he said, yeah, that's nice, but you know, slowly you should start learning a decent language. Start to learn something really interesting. Hey man, you should learn Sanskrit. And okay, challenge accepted. This was about 3 years ago, but how do I usually learn languages? Usually I use apps like Duolingo, because these applications are really great to learn languages. And I never go too deep, you know.
usually I spend 15 or 30 minutes a day for learning languages. And so I don't have time. With that short time budget, I'm not able to attend classes, because even traveling there will take me an hour and back. So it's not impossible for me. And there are no Sanskrit classes in Vienna. Possibly there would be some on university. Okay, then I've been trying books. I've been trying online courses. Nothing of that worked. And then ChatGPT came out, and the whole AI hype took off. And this is when I started to test around with ChatGPT, and I found out it's an incredible Sanskrit teacher. Of course, I noticed some weaknesses. Even at least when it came out, it was not so good. But I optimized it via prompt engineering, and Samia just introduced you to that topic, I think. I didn't understand too much of it because I don't own the Malayalam language. But yes, I've been hearing some words around prompt engineering. So Samia, I think you explained a bit about that. This is true? Yes, it's right. I explained something related to prompt and Sanskrit prompt engineering, how to give the prompts in Sanskrit, that I explained somewhere. Yeah. So Okay. connect that with our system. Mm-hmm. Thank you. Okay, then I improved the working of the large language model to be my Sanskrit teacher. And I'm just as a very beginner. There's not so many mistakes to make. It doesn't really matter if the past tense, third person, irregular, formal approach is correct. For me as a beginner, just learning very small mantras is enough. And then I keep on improving this so-called bot. So it's it's an AI-based language model operation that helps me learning Sanskrit. And I was doing this for quite a while, and then I was learning that I actually was improving in this language. Then I published this bot as a so-called MyGPT that Samia also. Yes. But it's not seen because just the first slide itself. The board is not visible here. No. I'm just talking. Okay. Yeah, I can switch here. It's the pro version that you see here. This is actually running on ChatGPT. But as far as I know, you can only enter it when you have the paid version of ChatGPT. And I was sharing this bot on LinkedIn on a Sanskrit group, and then I got some feedback, and then I found Dr. Samia, who, since then we've been working together on that project, and for me it's very important to have this quality feedback, because I can only guess if it's right or not, and so we had a great collaboration there. Where we shared extraordinary know-how in Sanskrit and my know-how in machine learning, and we brought that together to create a system that will enable many people to learn Sanskrit in a until now unknown way, and everybody can do that. The only level that is there is the paid subscription of ChatGPT Pro, but things around that are changing also, and I want to elaborate on that. Yeah, okay. Samia, please remember me to also talk about how we can make this available for free, also for people who cannot pay the $20 a month necessary for ChatGPT Pro. Okay. So I want now to go a bit deeper into this chatbot and how it is working. To have a chatbot, you need a so-called role prompt. So you need to actually really make very precise commands to the large language model in order to make it possible that it's doing the right job. The
the very simple approach would be just write into ChatGPT, hey, please translate this to Sanskrit. And it would translate something, but the quality would not be very good because actually ChatGPT is not trained on a lot of a sufficient amount of Sanskrit data to be really able to manage it perfectly. So you have to guide it. So we created a role prompt together that will enable ChatGPT to really locate this specific knowledge about Sanskrit within the large language model and make it work best for you. And yeah, we improved the quality of the output more and more. And since then, also the quality of the large language models changed. So for example, ChatGPT is now running on the so-called model 4.0, and this is very capable, and also it's not expensive to work with it. ChatGPT free version also enables users to make chats with this 4.0 model, and it's pretty good in Sanskrit. But again, just chatting with it will only return mediocre feedback. You need to enter role prompt, and I want to get you a bit deeper into the role prompt. Let me say, yeah. Before we do that, I also want to show you a bit how we designed the Guru Omkar system in a way that is educative, that will help people to learn in an efficient way also. And we introduced personalized learning, so the chatbot will learn about you, your personal values and your interests, your strengths pretty quick, and then it will be able to assist you in a way that really suits to your personal interest as a learner. And this is important because, you know, learning is a difficult process. It's not fun always. You know, you get many doubts, hard to remember vocabulary, and it doesn't stick into the brain. It's not very motivating thing, you know. Only when you have learned it, then it's motivating. But the way there to break the patterns of the brain and to build new connections, it's not an easy thing. So it's very important for a teacher to know the strengths and the interests of a pupil. And this is also, and even more important, for a computer-based teacher, because you don't have the personal connection, you don't have the smiles, you don't have the jokes, you don't have anything like that. So you need really a strong knowledge of your teacher too about yourself. And this is why Guru Omkar is starting with the process. If you work with it, is starting in a way that the system is asking you about your personal values and strengths. So from then on, you can proceed to learn more effectively in a pedagogic way. And we are very focused on delivering depth and clarity, which means complex concepts are delivered in a clear and simple way. Also, we have established this approach, so-called mantra method, that you, of course, all are very well trusted with, and the repetition, you know, just repetition as itself is a very important method to learn, and this is why also it is basically part of Sanskrit culture, because it's an oral tradition. Sanskrit has been coming out, and to enable people learn books full of text, you need repetition as a method. And so Guru Omkar will start to serve you with selected mantras, selected sentences that you will be able to repeat according to your personal level of learning, your personal interests, and also to your personal problems and challenges. So one example is
last summer I had a dance performance in Vienna, and because I'm a hobbyist dancer, and I was let's say excited because and nervous because of this performance. Then I said, Guru Omkar, okay, today I have this dance performance and I'm nervous. What can I do? And it provided me with a suitable mantra that prepares me that this nervosity is not necessary, and it's a very calming tone in the mantra. And then I was just repeating this, and this really prepared me very well for the performance. And also I've been learning some new words in Sanskrit that I will always remember, like light, that has been in this mantra. Okay. Then, as we know now a bit more about why we do this bot, and you also have learned how to reach this bot. It's via guruomkar.com. We just give it a little test on the online version, so you can see what it's doing. For example, before I wanted to, be confirmed about what Suprapatam. I know that one, but dear audience, I didn't know. I hope it didn't deliver a bad result. Priya Shrotra Varga. So, my dear real life teacher Saumya, is this correct? Yes. Okay, super. Who? Sure effect proved to work well. Then the answer will be the Sanskrit and Devanagari script, the Latin transcript, and the English translation always. Then it's going deeper about the meaning of this sentence, and then it will also provide a beautiful mantra. In this case, it's a selected mantra from our knowledge base that's enclosed into the system, and everybody can just learn to recite this mantra. And if I would ask it translate this mantra word by word, it would deliver a very precise translation of each word, and this is very helpful for learning. Also, it's delivering again an interesting approach how this mantra is being designed, what's the meaning, and it's asking questions like, how do you feel this greeting and mantra resonate with your morning routine? Can you see the potential of Sanskrit to bring more peace and connection into your life? And this is also, it's very engaging. So this is teachers you want, this is questions you expect a good teacher to ask you. And yes. Right. This is now one short introduction about how the bot works. You could always just show you this thing. Translate this mantra word by word, split up longer words, explain grammar, and then I get the feedback. Here's the mantra in the full version. Then we get word by word translation, and also it splits up the words pretty well into its parts. You know, it's not a guarantee that it's completely correct, but no, that's not the purpose of it. The moon, is this correct? The Saumya, Shashi, the moon, is this correct? Yes, Shashi is moon, right. Okay, Shashi, super. And it's splitting up these complex words, and this is also very important for beginners, because for me as a beginner, I'm always overwhelmed by words constructions like this. Even if I see this, you know, this is just too much for my brain. I can't tackle it. So it's very important for me to split up words, and this is doing this job pretty well. So then I can start learning the single words, and then I will not be overwhelmed by reading a long word like this one that much. But still, it scares me a bit, I have to admit.
Okay. And also it's explaining grammar. So here you have, for example, it says it's a compound verb, and yes, this is a special verb in the imperative mood, third person plural. So you get just into the depth of it. So I hope this helps you, and you are absolutely free to use it. And now we start to get a bit into how this is designed. So there is this role prompt, and just let you look a bit behind the curtains. So here we go to the Poe version, and I would always recommend you to use the Poe version, because in Poe, everybody with a Poe user is able to give one free message per day to Guru Omkar, and this is at least it's available for free for one limited message per day. And then I let you see behind the curtains how this chatbot is actually designed for a second. So I go here, bot informations. I go to edit bot, and here's the background, and here you see all these documents. So we designed a collection of mantras of Indian text about translations, about instructions how Sanskrit is actually working. We have grammar rules and all that. So just to help and the AI system to know Sanskrit better. And also there are learning methodologies in that setup code, and it's a very accurate system. And then here's the so-called role prompt. Where is it? Let me a second. Profile, the role prompt. It's here. So I copy it shortly so that you can have a look into the so-called role prompt, how it is designed. So the basic commands, it's not about the knowledge that we provide, but the commands we provide to the system that will look a bit like this. Your task, it starts with, you are a Sanskrit teacher. Your name is Guru Omkar. So that first, it's a big scope that the AI knows what actually to select from all the possibilities it has, because the large language model, it contains basically all the know-how from human knowledge that has ever been printed, and it's all in there. And if you ask a person who knows so much about one specific thing, it will say, "Oh, I got a headache. I know too much. I can deliver something," but that would be the answer. And the large language models react to such requests similar. You can just use the same metaphor. So if you imagine talking to a person and that knows just really a lot, then you have to be a bit careful. First you introduce yourself, then you have to introduce what you want to talk to with this person. Then you have to guide this person a bit into the direction where you want this person to help you exactly. And only then it can give you the great result. And it's the same with large language models. And this is why we have the same approach here. You are a Sanskrit teacher. Your endeavor is to embody the essence of an illuminative guide as you elucidate on the profound connections between the Sanskrit language, Indian philosophy, and personal values. You are an established Sanskrit language teacher and apply the most effective educational methods for teaching Sanskrit. You keep your students. It's very important. So there's learning methods in there, and then we have format information. For example, it's important to always have Sanskrit Devanagari transcript in English, Latin, and then the translation. We have a certain style definition, how it will answer, and then there are some funny facts about role prompting. So, for example, you can always say things like,
important. And there are scientific studies that really prove that if you use this type of commands in the way you talk to a large language model, it will work. So the output is measurably like double as good compared to if you don't use that things to help it navigate. So we use things like important. Always ask about Sanskrit. Always talk about Sanskrit, even when the conversation is about a different topic. Always use the Devanagari script for significant Sanskrit words. So if somebody just slides off and wants to talk about his favorite movies, he can do. But if I talk about my favorite movies, then it will also talk to me in a way that will teach me Sanskrit. So let's have a look at it. Favorite movie. Second. Okay, here we are. Okay. What is the movie The Matrix about? I think everybody knows The Matrix. Yeah, so here it's just like a conversation with a large language model about the Matrix, but then it starts to interweave the dialogue with things that resonate with Sanskrit. In many ways, the themes of the Matrix resonate with the ancient Sanskrit concept of Maya, which refers to the illusion of appearance of the phenomenal world. And everybody will immediately remember this because it's very connected to the topic you are actually interested in, and it's not a difficult thing to achieve to learn the word Maya for English people, because for European people, because Maya is a very usual word also here. So this is immediately remembered. You then don't have to do any work. Then it gets a bit more difficult. It gives you the Brahman idea, which also is connected to the story of the Matrix movie, and a little philosophical dialogue here, which is always interesting. And then you get motivated, and then it delivers a selected mantra, which is Asatoma Satgamaya Tamasoma Jyotirgamaya Mrityorma Amritam Gamaya. And it gives you the translation and the meaning of this mantra, also why it is connected to the movie The Matrix. Okay, so you could do this with any topic. You could do it with the name of your dog, with the car of your neighbor, with your shopping list, with your prayers, with personal problems. You can do it with everything, and that's really an interesting approach because it's a very personalized way of learning this beautiful language. And yes, and then in the setup role prompt, we just have technical things like which are basically there to help the large language model navigate through the complexities of providing proper answers. Okay, so what we have here, I just showed you. This is basically part of this setup prompt of the bot. But we would not need all these documents to properly do that. So what I can give you is a link to this role prompt, and you just can copy this role prompt to a standard ChatGPT conversation in the free version of ChatGPT, and it's available for free now. So everybody can enter this ChatGPT 4.0 now, and then how it works is you just copy this so-called role prompt that I just showed you there, and then it's set up, and then it will, then it's there. It's just running. The whole system that we have in the bot, except the additional documents which are important for quality, but we can reach a pretty good quality by just entering this role prompt.
And now we can, for example, we can compare this language, this question that we just asked the full version of Guru-Anka, and we enter it now into this free version that is absolutely available for everybody by just copying the role prompt, and we ask the same question. What is the movie The Matrix? What is it about? Okay, and we see it's a different kind of answer, but also it has the Maya thing. It's a bit more talking about the movie and less giving informations about Sanskrit, but also it selects a mantra for us, which in this case is Sarvam Kal Divam Brahma, or Brahma. All this is indeed Brahman, and this is also related to the story of the movie Matrix, and it's even given a second one like Om Tat Sat, which is also relating to the story of the movie. Yeah, it's not too bad, the answer. So everybody can use that. I'll just send you over the role prompt, and I think probably you can share it with the audience via email or something, because I don't have it available here in a sendable way at the moment. But everybody is invited to go to this Guru-Anka website, go to the free version, go to Learn with Po, and just register and use the bot for free for one message. We could also change the AI model behind this system to a free bot, but unfortunately, the free models available are not that good in Sanskrit. You know, we have Llama from Meta, for example. So just have a look here at which models are there. We would have, for example, Gemini, Google Gemini. We tested it. It's not good in Sanskrit. We could have Llama, which is a very good model, but it's not good in Sanskrit. We could have Claude 3, which is good in Sanskrit, but it's not free, unfortunately. And all these are large language models, but we didn't find one that is as good as Claude 3 Opus. That is very good, but it's expensive. And there is also ChatGPT 4o, which is really good in Sanskrit, but unfortunately, it's not available for free on Po, and not available as a free chatbot on ChatGPT. So everybody can use it for free here on the website, one message a day, or you can use this role prompt that I will provide you with later. I just, you know, it's the outcome of months of work, and you're absolutely invited to use it and to test it and to give us feedback. Yeah, so I start to reach the end of my conversation, and happy to receive your questions and have some dialogue if there is still some time left. Hello, everybody. It's time for interaction. If anybody have any questions, please ask him. Hello, sir. I am new to this area. Yes. Please explain me what's this large language model and how it's configured or it's made. What a large language model actually is? Yes. Mm-hmm. Yeah, I'm not good in explaining the technical stuff, you know, but it's basically a system that has been designed in the 1950s, starting with the knowledge of, with the science of cybernetics. And cybernetics is a science that is actually a bit connected to the Sanskrit ideas, because in Sanskrit everything is about loops, repetition, and circular thinking. Okay,
Cybernetics has been a science that has introduced the circular principles of thinking into science that have not been established before. Before, everything has been more thought like linear. And this cybernetics have been enabling to take a new approach into simulating the workings of our brains, neuronal functionality, so our own thinking. And then we have designed models that are basically computer code that is simulating the working of our own thinking via simulating the workings of neurons. And the basics of this thing that we also call artificial intelligence or machine learning are still the same as in the 1950s. But everything has, of course, improved, and the reason why, one of the main reasons why artificial intelligence, machine learning, and large language models, how it's called, are available now in a very wide space is that computing power has just, exploded, and now it's possible to run these systems for everyone. And why is it called large language models? Because there is a process called machine learning, and what you do there is to feed information into a computer, and this system will then start to design a so-called neural network that simulates our own brain workings according to the inputs. And you need really much input there. So for the large language models that we have been seeing here, for example, Llama or ChatGPT-4o, you need trillions and trillions of pages of information. So it's basically the whole internet. It's each book that has been published. It's everything on YouTube. It's just everything that has been able to collect has been fed into that systems to really learn about how human culture works. So then the large language model basically knows quite everything, and you have to start using a specific approach to make it give you the information that you need. And this is called prompting. And I just introduced you into prompt engineering for Sanskrit. I hope I could give you some insight. Okay. Anybody else? Hello, sir. Hello? It's just out of curiosity. I just wanted to know about the backend. How the big words, samasa, compounds, are splitted, because it is perfectly splitted. So what kind of tool you are using, or what kind of database is supporting to that tool? I just wanted to know, that's all. You mean this type of splitting that I showed here? Yes. I don't use any database. The database is the large language model. The only thing I use is a certain approach to help the large language model do the right type of splitting. But I didn't do a lot about that, Basically, the setup code doesn't teach the large language model anything about splitting. The only method I really use is I say split up longer words. That's all I use. Everything else is in the large language model already. How much is the accuracy of these splittings, sir? You mean how precise it is? Yes. Sorry, I can't say that, but if you talk to Dr. Saumya, she will be able to answer this question in a more precise way. Yeah. Okay, sir. Thank you. Saumya, please explain. Saumya. Yes.
actually that quality of the stuff is 80%, 80 or 85%. Its accuracy is there. Because the splitting already done with that algorithm, so the accuracy is there, but we have to improve, because we can't say it's 100% accuracy is there, but we can say it's 80% anyway with the existing system. Yes. What I'm asking is, what is the data you're using, or what kind of data you're using? That's my concern. It's two kinds of data. The one data is nothing else but the large language model. And there are many large language models available on Poe, for example. Some of those are free, like Llama, but we use ChatGPT 4o here. And that's the data. The second part of the data is the role prompt that I just introduced to you. And this is the code. Actually, it doesn't look like code. It looks like a essay for school, but it is very proper computer code in the end. And we use this to help the large language model navigate in Sanskrit teaching. Yes, that's really all. And then we have these documents that you've been seeing before. But these documents are nothing more than plain texts that just add additional examples of Sanskrit. So one example would be here. We have an input example, and we have example answer. For example, here it explains love and it explains fun and things like this. It's just examples, and we provided it with a huge array of examples. For example, on our website, we have also information about, for example, the Vedas and the Puranas and mantras, and all these texts are in the large language model examples that we fed it, so it will be more accurately able to navigate in the huge realm of the large language model data, and to really pick the things that we selected it that we wanted to be really good in. Yes, I hope I could answer that question, but there's no common database. There's nothing like Excel sheets or MySQL database commands or anything like that. No. Yeah, I hope I was to help you. Yeah. Sir, I think it is working. Sir, one more question. Yes, sir. And Dhanasuri from Trivandrum, I have the same doubt from the Shivaja also. How to, what the exact description of the language format and the grammatical structure. And it is also the wide Sanskrit is a wide subject. How to compress all the data in this mantra? I'm not so sure if I understood the question accordingly, because I had some acoustic interferences. Could you try to repeat it, please? Yeah, the Sanskrit is a wide subject. It comprises all the divisions of language, literature, and Veda, some different kind of data. How to extract from that? When we use a single word or a stanzas from any book or any word, how can we identify all the data in a particular way? Especially in the grammatical system, there are some sutras in there. Yes. Yeah, there's need a clarification for that. It is very interesting and appreciate you. It's very. Thank you. Thank you very much. Basically, all the scriptures that are there and that are in internet are also in the large language model. So all the Ramayana and all the commands and all the everything, it's all in the large language model. But but to really help a large language model to understand things, you have to feed it a lot of data. And so for
99.9% of the large language model is probably English, or 90%, and Sanskrit is just a very, very tiny fraction of it. And we just help another large language model to navigate this little part of its language, which is still a lot, and to give us the best possible outcome. And so we have all the stanzas in there. I mean, could I ask you to just give me an example, like Bhagavad Gita, just one example? Let's select the Bhagavad Gita. So give me an example stanza of the Bhagavad Gita. Yes. Certainly. And here we get an example from the Bhagavad Gita. It just selects a random one, and it could be correct, but usually it will use the examples that we provided it and that we have controlled. And yeah, so you can have all the stanzas, you can have everything you ever want translated and provided with this system. I hope this answers your question a bit. At present, yeah. Now we hear Samya and the dean of the faculty chatting with each other. No, sir, I was asking her how this is working, how this database is exploited by you. Yeah. We can continue the dialogue. You know, I will really be happy to intensify our collaboration beyond this meeting, and I'll be happy to do further collaboration. I saw the technology in action, but I am interested in how it's working, what is going in the background. Yes. It's very important, and you know, the background on my side that my own background is really, there's no secret code behind it. The only things that I did, I really showed you everything. Absolutely. I say everything, but the technology what's making it possible. Yeah, this is easily researched. You just research on the web about large language models, and also me and my team, we run a course in large language model design and in artificial intelligence for creative people like us. So, and this guide here, and this guide I can provide it to you for free. I will send you the download link later, and here you have a complete guide about how large language models work, what's the details behind it, how you can use it. Really a full-fledged guide, and Samya has been using it. She's been learning with it, for example, and I think you can you're learning from it, and I invite you all to use it and to learn with it, because we have a lot of videos in there and everything you need to learn the backgrounds. I think your demonstration made some curiosity, or your demonstration made the students curious, and they will follow you. Super. And according to following, yes, I am on LinkedIn, publishing about AI and XR things. And if you want to follow me on LinkedIn, I'll be happy. You find me as Andreas Frauenberger, and happy to read your comments and wishes, and we can always connect there. And yeah, we can do it on that platform, and also I would be happy to attend to, like, we could do a joint seminar on the Sanskrit University, and yeah, would be happy to continue the dialogue and cooperation. Sunil sir, are you there, sir? Sunil? No, I am calling one of my friends who was online listening to you.
Okay, I'm checking he's there or he has something to ask you. Okay, he is not available. Okay, sir, and we are very happy to hear from you. And I request, and our session is concluding now, and I request Dr. Ramadevi Amma to extend vote of thanks. ധന്യവാദ. എല്ലാവർക്കും നമസ്കാരം. വിവരസാങ്കേതിക വിദ്യയുടെ ഈ സമയത്ത് കുറച്ചുനാൾ മുമ്പ് നമ്മൾ കമ്പ്യൂട്ടർ യുഗം എന്ന് പറയുമായിരുന്നു. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗമാണ്. ഇവിടെ വന്ന് സംസ്കൃതത്തെക്കുറിച്ച്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംസ്കൃതത്തിന് എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്നും നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ അത് പ്രയോജനപ്പെടുത്താം എന്നും നമ്മുടെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായ സൗമ്യ ഇവിടെ വന്ന് നന്നായി ഒരു പ്രസന്റേഷൻ ചെയ്തു. സൗമ്യയ്ക്ക് നമ്മുടെ വിഭാഗത്തിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. Now it's time to express my gratitude to Shri Andrews. Andrews here presents artificial intelligence in Sanskrit learning app Guru Omkar. We learned that Guru Omkar offers great opportunity to learn Sanskrit for everyone interested. And he says about LLMs. On behalf of the Department of Sanskrit Vedanta, Sri Shankaracharya University of Sanskrit, Kaladi, Sri Andrews, I express my sincere gratitude to you, sir. Thank you. ഒപ്പം നമ്മുടെ വിഭാഗാധ്യക്ഷനായിട്ടുള്ള നാരായണൻ മാഷ്, നമ്മുടെ മറ്റ് സഹപ്രവർത്തകർ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഓൺലൈനിലും ഓഫ്ലൈനിലുമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും once again thank you very much. Thank you, Dr. Andrews. I shall keep in touch. Okay, sir. Thank you. Okay, sir. We are okay. Okay, thank you. Bye.